ഇന്ന് ആദ്യമായി പറയട്ടെ, നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന സ്റ്റോറിയിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു സ്റ്റോറിയാണിത്. ത്രില്ലിംഗ് ആണെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ത്രില്ലിംഗ് ആണ്. കേട്ടു നോക്കുക. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഒരു കാര്യമേ പറയാനുള്ളൂ, ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാത്രമല്ല ചെയ്യുക. നേരെ നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥയുടെ തുടക്കത്തിൽ തന്നെ നല്ല മഞ്ഞുവീഴ്ചയുള്ള രാത്രി, സമയം അർദ്ധരാത്രി കഴിഞ്ഞ് 48 മിനിറ്റ്. ലാകോസ്റ്റ അപ്പാർട്ട്മെന്റ്, 5-ാം നില, ഫ്ലാറ്റ് നമ്പർ E113. അലസമായി കിടക്കുന്ന ആ റൂമിലെ ബെഡ് ലാമ്പ് അലസതയോടെ തന്നെ കത്തുന്നത് റൂമിനൽപ്പം ഭീതി പടർത്തി. തറയിൽ ബെഡ് വിരിച്ചു കിടക്കുന്ന ആ വ്യക്തിക്ക് ചുറ്റും 7ഓളം കാലിയായ ബിയർ കുപ്പികൾ. പാതിയിൽ കുടി നിർത്തിയ ഒരു പച്ച ബിയർ കുപ്പി അയാൾ നെഞ്ചിൽ ചേർത്ത് പിടിച്ച് ഗാഢമായ നിദ്രയിലാണ്. ഉറക്കത്തിൽ അയാൾ തൻ്റെ ശിരസ് അലസതയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നുണ്ട്. വേണ്ട വേണ്ട എന്നൊക്കെ അയാൾ ഉറക്കത്തിൽ പിറുപിറുക്കുന്നുണ്ട്. 22 വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവതിയെ മുഖം മൂടി ധരിച്ച മറ്റൊരാൾ ഓടിക്കുകയാണ്, അതും രാത്രിയുടെ പാതിയിൽ. പേടിച്ചിരണ്ട് തൻ്റെ ജീവൻ കയ്യിൽ പിടിച്ച് ആ പെൺകുട്ടി ഓടുന്നുണ്ട്. മുഖം മൂടി ധരിച്ചയാൾ ചോര പുരണ്ട കത്തിയുമായാണ് ആ പെൺകുട്ടിയെ ഓടിക്കുന്നത്. കല്ല് തട്ടി ആ പെൺകുട്ടി താഴെ വീണു. ഭീതിയോടെ മുഖം മൂടിക്കാരനെ അവൾ നോക്കി നിൽക്കെ ആ കഠാര അവളുടെ വയർ പിളർത്തി. നോ! ഉറക്കത്തിൽ നിന്നും അയാൾ ഞെട്ടിയെണീറ്റു. ചങ്കിടിപ്പോടെ അയാൾ ചുറ്റും വീക്ഷിച്ചു. കിതപ്പിന്റെ സ്വരം കടുവയുടെ ഗർജനം പോലെ ആ മുറിയിൽ അലയടിച്ചു. കയ്യിലുള്ള ആ പാതി ബിയർ അയാൾ വായിൽ കമത്തി. നല്ല പരവശമായിരുന്നു അയാളുടെ മുഖത്തും മനസ്സിലും ഉണ്ടായിരുന്നത്. ആരാണ് ആ പെൺകുട്ടി? എന്തിനാണ് അവൾ എന്നെ വിടാതെ വേട്ടയാടുന്നത്? ചോദ്യങ്ങൾ ഓരോന്ന് സ്വയം ചോദിച്ച അയാൾ തലയിൽ കൈവച്ചു. പെട്ടെന്നാണ് അയാളുടെ മനസ്സിലൊരു ഷോക്ക് പാസ്സായത്. സമയം വൈകിച്ചില്ല. അടുത്ത് കണ്ട ക്യാൻവാസിലേക്ക് ബ്രഷും പെയിന്റും എടുത്ത് അതിലേക്ക് ആ പെൺകുട്ടിയുടെ പടം വരയ്ക്കാൻ അയാൾ ആരംഭിച്ചു. കുറേ നേരത്തെ ചിന്തകൾ, അലസതയോടെ ഓരോന്നും ഓർത്തെടുക്കൽ, തല പുകഞ്ഞ് ആലോചിക്കൽ. അങ്ങനെ നീണ്ട 2 മണിക്കൂറിന് ശേഷം ആ പെയിന്റിംഗ് പൂർത്തിയായി. താൻ വരച്ച ആ പെയിന്റിംഗ് കണ്ട അയാൾ ഒരു നിമിഷത്തേക്ക് ഞെട്ടിത്തെരിച്ചു. ഞെട്ടൽ മാറാതെ അയാൾ പിന്നോക്കം മാറി ക്യാൻവാസിലേക്ക് തന്നെ ഉറ്റുനോക്കി. കടാര കുത്തുകൊണ്ട് ചോര വാർന്ന തറയിൽ കിടന്ന് നിലവിളിക്കുന്ന ഒരു യുവതിയുടെ ചിത്രമായിരുന്നു അത്. നീ ആരാണ്? പെയിന്റിങ്ങിൽ നോക്കിക്കൊണ്ട് അയാൾ ആക്രോശിച്ചു. നീ എന്തിനാണ് എന്നെ പിന്തുടരുന്നത്? ഇതുവരെ നേരിൽ കണ്ടിട്ട് പോലുമില്ലാത്ത എന്നെ എന്തിനു നീ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നു? അയാളുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ ആ പെയിന്റിങ്ങിന് ആവുന്നുണ്ടായിരുന്നില്ല. തനിക്ക് ചുറ്റും അയാളൊന്ന് വീക്ഷിച്ചു. ഇതിനു മുമ്പ് അയാളുടെ സ്വപ്നങ്ങളിലും ചിന്തകളിലും പല പല സിറ്റുവേഷനിൽ മരിക്കുന്ന യുവതിയുടെ ചിത്രങ്ങളായിരുന്നു അത്. എല്ലാം ഒരു പെൺകുട്ടി, അതെല്ലാം വരച്ചത് താൻ തന്നെ. വെടിയുണ്ട തലയിൽ തറച്ച് അവൾ മരിക്കുന്നതാണ് ഒരു പെയിന്റിംഗ്. മൂർച്ചയേറിയ വാളുകൊണ്ട് വെട്ടുകിട്ടി അവൾ പുളയുന്നതാണ് മറ്റൊരു പെയിന്റിംഗ്. അങ്ങനെ പലതരത്തിൽ ആ യുവതി മരിക്കുന്ന രംഗം അയാൾ സ്വപ്നം കണ്ടത് തന്നെയായിരുന്നു. കരൺ റോ ഏജൻസിയിലെ അതീവ വിദഗ്ധൻ. ഏജൻസിയുടെ നെടുന്തൂൺ എന്ന് വേണേൽ അയാളെ വിശേഷിപ്പിക്കാം. കാരണം ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും കരണിനെ തോൽപ്പിക്കുക എന്നത് ഈശ്വരന് മാത്രം കഴിയുന്ന ഒന്നാണ്. സീനിയർ ഓഫീസ് മിസ്റ്റർ പട്ടേലിന്റെ നിർദ്ദേശപ്രകാരം ഏജൻസിയിൽ നിന്നും കരൺ മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ വർഷമൊന്നായി. അടുത്ത മിഷൻ ഏൽപ്പിക്കുന്നത് വരെയുള്ള ഒരു ലീവ് എടുക്കാൻ മാത്രമായിരുന്നു അത്. പക്ഷെ അന്ന് തൊട്ട് കരണിന്റെ സ്വപ്നങ്ങളിൽ ഈ യുവതി വരാറുണ്ട്. ആദ്യമൊക്കെ ഒരു 10 നാൾ ഇടവിട്ടായിരുന്നു അവൾ വന്നത്. പക്ഷെ ഇപ്പോഴിത് സ്ഥിരമായി മാറി. എങ്ങനെയൊക്കെ ആലോചിച്ചിട്ടും അവളെക്കുറിച്ചൊരു എത്തും പിടിയും കിട്ടാതെ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് കരൺ. കോളിംഗ് ബെല്ല് കേട്ട് കരൺ ഞെട്ടി പിന്നിലേക്ക് നോക്കി. ബെൽ നിർത്താതെ ശബ്ദിക്കുകയാണ്. ഹു ഈസ് ദെയർ? വിറയാർന്ന ശബ്ദത്തോടെ വാതിലിൽ നോക്കി അയാൾ ചോദിച്ചു. പക്ഷെ മറുപടിക്ക് പകരം വീണ്ടും ബെല്ലടിക്കുകയാണുണ്ടായത്. സമയം കളയാതെ മേശയിൽ നിന്നും തൻ്റെ പിസ്റ്റളെടുത്ത് അയാൾ മെല്ലെ വാതിലിൻ്റെ അടുത്തേക്ക് നടന്നു നീങ്ങി. ഓരോ ചുവടും വളരെ സൂക്ഷിച്ചു നടന്നു. വാതിലിൻ്റെ ലോക്ക് പിടിക്കുന്നതിന് മുന്നേ അയാൾ പിസ്റ്റൾ ലോഡ് ചെയ്ത് ഒരു സംഘട്ടത്തിന് തയ്യാറെടുത്തു. ശ്വാസം നന്നായി പുറത്തേക്ക് വിട്ട് ശരവേഗത്തിൽ വാതിൽ തുറന്ന് മുന്നിലുള്ള വ്യക്തിക്ക് നേരെ അയാൾ പിസ്റ്റൾ ചൂണ്ടി. ഓ ഓ ഓ ഐ ആം നോട്ട് ക്രിമിനൽ മിസ്റ്റർ കരൺ. ഒരു സായിപ്പായിരുന്നു അത്. കരൺ പിസ്റ്റൾ ചൂണ്ടിയതുകൊണ്ട് ഇരു കൈകളും ഉയർത്തിയായിരുന്നു സായിപ്പ് അത് പറഞ്ഞത്. ഹൂ ദ ബ്ലഡി ഹെൽ ആർ യു? പിസ്റ്റൾ മുറുകെ പിടിച്ചുകൊണ്ട് കരൺ സായിപ്പിനോട് ചോദിച്ചു. അപ്പോഴും അയാൾ കൈ ഉയർത്തി തന്നെ നിൽക്കുകയായിരുന്നു. മീ ഐ എം എ മെസ്സഞ്ചർ. മെസ്സഞ്ചർ? അല്പം അത്ഭുതത്തോടെ കരൺ ചോദിച്ചു. യെസ് കരൺ, ഐ ഹാവ് എ മെസ്സേജ് ഫ്രം യുവർ ഡിപ്പാർട്ട്മെന്റ്. മൈ ഡിപ്പാർട്ട്മെന്റ്? ഡു യു നോ ഹൂ ഐ ആം? യെസ് ഓഫ് കോഴ്സ്, യു ആർ ഫ്രം ഇന്റലിജന്റ് ഡിപ്പാർട്ട്മെന്റ് ഫ്രം ഇന്ത്യ റൈറ്റ്? യെസ്. സോ ടേക്ക് ദിസ് കെയർഫുള്ളി. വെളുത്ത കവറിൽ പൊതിഞ്ഞൊരു ചെറിയ കാർഡ്ബോർഡ് പെട്ടി സായിപ്പ് കരണിന് നേരെ നീട്ടി. ഏകദേശം കൈവെള്ളയിൽ ഒതുക്കാവുന്ന അത്രയേ ഉള്ളൂ ആ പെട്ടി. നോ 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 നോ, ഐ ഡോണ്ട് ബിലീവ് ദിസ്. കരൺ ഒന്നുകൂടെ സായിപ്പിലേക്ക് പിസ്റ്റൾ ചൂണ്ടി. നൗ ടെൽ മീ, ഹു ആർ യു? മിസ്റ്റർ കരൺ, പ്ലീസ് ബിലീവ് മീ, ഐ ആം നോട്ട് ക്രിമിനൽ. ഐ ആം എ ഹെൽപ്പിംഗ് ബോയ് ഓൾസോ. Helping boy? What did you mean that? Mean? It's just of help. That's it, Karen. What's your name? Joshua. That's my name. And where you are coming from?
ഹിയർ മാൻ ഇൻ ഫ്ലോറിഡ. പെട്ടെന്നായിരുന്നു കരണിൻ്റെ ഫോൺ ശബ്ദിച്ചത്. അത് പട്ടേലായിരുന്നു. കരൺ ആ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ സാർ. കരൺ, ആ സാഹിബിൻ്റെ കയ്യിലുള്ള ബോക്സ് താൻ വാങ്ങിക്ക്. അതൊരു ഇൻഫർമേഷനാണ്. ഇൻഫർമേഷൻ? ഇങ്ങനെയാണോ ഒരു ഇൻഫർമേഷൻ കൈമാറുന്നത്? കരൺ, കൂൾ മാൻ. ഫോണിലൂടെ ഇത് പറഞ്ഞാൽ അത്ര സേഫ് അല്ല. അതുകൊണ്ടാണ് സാഹിബിനെ ഞാനിത് നിയോഗമാക്കിയത്. അയാളൊരു കള്ളനാണ്. കള്ളൻ? സാർ എന്താ ഇത്? ഒരു കള്ളൻ്റെ അടുത്താണോ ഇൻഫർമേഷൻ കൊടുക്കുന്നത്? വാങ്ങിക്കുന്ന പണത്തിന് ജോലി തല പോയാലും ചെയ്തു തീർക്കുന്ന കള്ളനാണ് കരൺ ഇപ്പോൾ താങ്കളുടെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് അവനെ വിശ്വസിക്കാം. ഇതെന്തൊക്കെയാണ് സാർ ഈ പറയുന്നത്? നാളെ ഇവൻ മറ്റൊരാളുടെ കയ്യിൽ നിന്നും പണം വാങ്ങി നമുക്കെതിരെ തിരിയില്ലെന്ന് എന്താണ് സാർ ഉറപ്പ്? അതിന് ഇന്നത്തോടെ തൻ്റെ മിയാമി ജീവിതം തീരുകയാണ് മിസ്റ്റർ കരൺ. ഐ നീഡ് യു. വാട്ട്? യെസ് മിസ്റ്റർ കരൺ. സാഹിബിൻ്റെ കയ്യിലുള്ള ആ ഇൻഫർമേഷൻ ബാക്കി കാര്യങ്ങളൊക്കെ പറയും. താനത് വാങ്ങിക്ക്. കോള് കട്ടായി. നോ വാട്ട് മിസ്റ്റർ കരൺ? ചോദ്യത്തോട് സാഹിബ് കരണിനെ നോക്കി. അയാളിൽ നിന്നും കരൺ ആ പെട്ടി വാങ്ങി. യു മേ ഗോ നൗ. കരണിൻ്റെ ഉത്തരവ് കിട്ടിയത് പ്രകാരം ആ സാഹിബ് അവിടെ നിന്നും അപ്രത്യക്ഷമായി. വാതിലടച്ചടുത്തു കണ്ട മേശക്കരികിൽ അയാൾ കസേരയിട്ടിരുന്നു. ശേഷം പിസ്റ്റൾ ഒരു മൂലയിൽ മാറ്റിവെച്ച് ആകാംക്ഷയോടെ ആ ചെറിയ പെട്ടി തുറക്കാൻ ആരംഭിച്ചു. പെട്ടിക്കകത്തൊരു ചെറിയ ഫോണായിരുന്നു ഉണ്ടായത്. അയാളത് ഓപ്പൺ ചെയ്തപ്പോൾ അതിലൊരു ചെറിയ ഓഡിയോ ക്ലിപ്പ് അയാളുടെ കണ്ണിൽപ്പെട്ടു. സമയം കളയാതെ അയാളത് പ്ലേ ചെയ്തു. ഹലോ മിസ്റ്റർ കരൺ, ഇറ്റ്സ് യുവർ സീനിയർ പട്ടേൽ. ഞാൻ പറയുന്ന കാര്യം താങ്കൾ ശ്രദ്ധാപൂർവം കേൾക്കണം. കാരണം ഈ ഓഡിയോ ക്ലിപ്പ് അവസാനിച്ച് 2 സെക്കൻഡിൻ്റെ ഉള്ളിൽ ഈ ഫോൺ ഓട്ടോമാറ്റിക്കലി കത്തി നശിച്ചു പോകുന്നതാണ്. പാകിസ്ഥാൻ ഭീകരൻ സാവൂദ് അടുത്ത ആഴ്ച മുംബൈയിലെത്തുമെന്ന് ഒരു സ്പൈ ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടിയിട്ടുണ്ട്. ജീവനോടെയോ അല്ലാതെയോ സാവൂദിനെ പിടിക്കണമെന്ന തീരുമാനത്തോടെ ഒരു അണ്ടർ കവർ ഓപ്പറേഷനാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ ഓപ്പറേഷന് താങ്കളുടെ നേതൃത്വം വേണമെന്നാണ് ബഡ്ഡികളുടെ ആവശ്യം. സോ എന്തായാലും താങ്കൾ ഈ മിഷൻ ഏറ്റെടുക്കണമെന്ന് ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിച്ചിരിക്കുകയാണ്. മിയാമിയിൽ ഇന്നത്തെ വസതിയും കഴിഞ്ഞ് താങ്കൾ ഇന്ത്യയിലേക്ക് ഉടൻ തിരിക്കണം. ഇറ്റ്സ് മൈ ഓർഡർ. ബാക്കി കാര്യങ്ങൾ നേരിൽ കാണുമ്പോൾ ചർച്ച ചെയ്യാം. ജയ് ഹിന്ദ്. കൃത്യം 2 സെക്കൻഡിൻ്റെ ഉള്ളിൽ ആ ഫോൺ ഓട്ടോമാറ്റിക്കായി കത്തി ചാമ്പലായി. മിയാമിയിൽ നിന്നും ഇന്ത്യയിലേക്ക് കരൺ യാത്രയായി. ഡൽഹിയിലുള്ള തൻ്റെ ഓഫീസിലേക്കായിരുന്നു കരൺ ആദ്യം ചെന്നത്. അവിടെ അയാളെ വെയിറ്റ് ചെയ്യുകയായിരുന്നു പട്ടേൽ. വെൽക്കം ബാക്ക് മിസ്റ്റർ കരൺ. പട്ടേൽ കരണിനെ ആലിംഗനം ചെയ്ത് തൻ്റെ ക്യാബിലേക്ക് കൊണ്ടുപോയി. എന്താണ് സാർ എൻ്റെ മിഷൻ? സംശയത്തോടെ കരൺ പട്ടേലിനെ നോക്കി. പറയാൻ കരൺ. പാകിസ്ഥാൻ ഭീകരൻ സാവൂദിനെ കുറിച്ച് ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ ബോംബ് സ്ഫോടനമുണ്ടായതിൻ്റെ മെയിൻ ഹെഡാണ് ഈ സാവൂദ്. ഇയാൾ മുംബൈയിൽ എത്തുമെന്ന ഒരു സ്പൈ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിന്. വേഷം മാറിയോ മറ്റോ ആയിരിക്കും സാവൂദിൻ്റെ വരവ്. കടൽ മാർഗമായിരിക്കും സാവൂദിൻ്റെ വരവെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഏത് വിധത്തിലും അയാളെ നമുക്ക് പിടിച്ചേ മതിയാകൂ. താങ്കൾ ഈ മിഷൻ ഏറ്റെടുക്കണമെന്നാണ് എൻ്റെ തീരുമാനം. യെസ് സാർ, ഐ ആം റെഡി. ഗുഡ് സാർ, ഐ നീഡ് 5 more people ഫോർ ദ ഡിപ്പാർട്ട്മെൻറ്റ്. ഷുവർ കരൺ, കം വിത്ത് മീ. പട്ടേലിൻ്റെ പുറകെ കരൺ ചെന്നെത്തിപ്പെട്ടത് മറ്റൊരു മുറിയിലാണ്. അവിടെ ഏതാനും ഉദ്യോഗസ്ഥരുമുണ്ടായിരുന്നു. സി മിസ്റ്റർ കരൺ, ദിസ് ഈസ് പ്രതാപ്, മസൂദ്, രാജ്, വിദ്യുത് ആൻഡ് ക്രിഷ്. ഈ അണ്ടർ കവർ ഓപ്പറേഷന് ഇവർ താങ്കളുടെ ബഡ്ഡിയായി അസിസ്റ്റ് ചെയ്യും. ആൻഡ് ദേ ആർ ഷാർപ്പ് ഷൂട്ടർ ഓൾസോ. ജയ് ഹിന്ദ്. ബഡ്ഡികൾ അറ്റൻഷനായി കരണിനെ അനുമോദിച്ചു. കരൺ ഓരോരുത്തരെയും ഒന്ന് വീക്ഷിച്ചു. ഗൈസ്, ആർ യു റെഡി? യെസ് സാർ. ലൗഡ്. യെസ് സാർ. ഓക്കെ, നമ്മൾ ഈ മിഷൻ ഏറ്റെടുക്കുന്നു. ഹെഡ് സെക്യൂരിറ്റി റൂമിൽ കരൺ തൻ്റെ പ്ലാൻ വിശദീകരിക്കുന്നു. ഒപ്പം പട്ടേലും 5 ബഡ്ഡികളും കരണിൻ്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നു. കയ്യിലുള്ള ബ്ലൂ പ്രിൻ്റ് മേശപ്പുറത്ത് വെച്ച് കരൺ ഓരോരുത്തരെയായി ദൗത്യം ഏൽപ്പിക്കുകയാണ്. ഗൈസ്, പേ ഇൻഫർമേഷൻ അനുസരിച്ച് ഈ കാണുന്ന ക്ലൗൺ ഹോട്ടലിലാണ് സാവൂദ് വരാൻ സാധ്യതയുള്ളത്. ഇവിടെ വെച്ച് ഇയാൾ മറ്റൊരാളുമായി ചർച്ച നടത്തുമെന്നാണ് അറിയാൻ സാധിച്ചത്. സാർ, ആരാണ് ആ വ്യക്തി? വിദ്യുത് സംശയത്തോടെ കരണിനെ നോക്കി. ദാറ്റ്സ് ഹിഡൻ മാൻ വിദ്യുത്. ആ വ്യക്തി ആരായിരിക്കുമെന്നതിന് ഒരു സൂചന പോലും സ്പൈ ടീമിന് കിട്ടിയിട്ടില്ല എന്നതാണ് ഏറ്റവും അത്ഭുതകരം. ഈ വരുന്ന സാവൂദിനേക്കാൾ വലിയൊരു ക്രിമിനലാണ് ഇയാളെന്ന് നമുക്ക് ഊഹിക്കാം. കാരണം ഇയാൾ നമ്മുടെ രാഷ്ട്രത്തെ ഒറ്റുകാരൻ തന്നെയാണ്. എനിവേ, ഈ വ്യക്തിയെ നമുക്ക് പിടിക്കാൻ സാധിക്കും. ഗോട്ട് ഇറ്റ്? യെസ് സാർ. ഓക്കെ, ഹിയർ ഈസ് ദ പ്ലാൻ. വൈദ്യുത്, താങ്കൾ വേഷം മാറി ഹോട്ടലിലെ ഹാളിൽ തന്നെ ഉണ്ടാവണം. ഹിഡൻ ക്യാമറയും GPS-ഉം താങ്കളുടെ കൈവശം ഉണ്ടാകേണ്ടതാണ്. ബാക്കിയുള്ള നമ്മൾ സാവൂദ് ഹോട്ടലിൻ്റെ അകത്ത് പ്രവേശിച്ചതിന് ശേഷമായിരിക്കും എൻട്രി ചെയ്യുക. വളരെ ജാഗ്രതയോടെയായിരിക്കണം വിദ്യുത് അതിനകത്തെ വിഷ്വൽസ് നമുക്ക് തരേണ്ടത്. സാവൂദിനൊപ്പം എത്ര പേർ കൂടെ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കണം നമ്മൾ. കാരണം അവർ എത്ര പേരായാലും അരയിൽ ആയുധമുള്ളവരായിരിക്കും. ക്രിഷ് ഹോട്ടലിൻ്റെ മുകളിൽ കയറി ഈ കാണുന്ന ജനൽ വഴിയായിരിക്കണം താഴോട്ട് ഇറങ്ങേണ്ടത്. ഇപ്പുറം കാണുന്ന കെട്ടിടത്തിലെ 2ാം നിലയിൽ മസൂദ് ഷൂട്ടറുമായി കാത്തു നിൽക്കണം. ഹോട്ടലിൻ്റെ വലതുഭാഗത്ത് ഏതാണ്ട് ഈ ഭാഗത്തു കൂടെയാവണം റാഷ് ഇറങ്ങേണ്ടത്. ഞാനും പ്രതാപും ഒരു മിന്നൽ സംഘട്ടനത്തിലൂടെയായിരിക്കും സാവൂദിനടുത്തേക്ക് എൻട്രി ചെയ്യുക. അതുകൊണ്ട് എന്നെയും പ്രതാപിനെയും
വിദ്യുതിനെയും കവർ ചെയ്യേണ്ടത് നിങ്ങൾ 3 പേരുടെ കടമയാണ്. ഏകദേശം 4 മിനിറ്റുകൾ നീണ്ടു നിൽക്കാനേ പാടുള്ളൂ ഈ ഓപ്പറേഷൻ. കാരണം ഹോട്ടലിലെ മറ്റ് ജീവനക്കാരെയും കസ്റ്റമറെയും ബന്ദികളാക്കി രക്ഷപ്പെടാൻ ചാൻസ് വളരെ കൂടുതലായിരിക്കും. ഒന്നും ശ്വാസം വിടാൻ പോലും നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. ഈ 4 മിനിറ്റ് നമ്മുടെയൊക്കെ ലൈഫിലെ നിർണായകമായ 4 മിനിറ്റാണെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. യു ഗെറ്റ് മീ? യെസ് സാർ. യു ഗെറ്റ് മീ? യെസ് സാർ. ഓക്കെ, ഈ മിഷൻ വിജയക്കൊടി പാറിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ജയ് ഹിന്ദ്. ഡൽഹിയിൽ നിന്നും മുംബൈയിലേക്ക് കരണൻ ടീം യാത്രയായി. മുംബൈ ക്ലൗൺ ഹോട്ടൽ. സാവുദിൻ്റെ വരവ് കാത്ത് ഹോട്ടലിൻ്റെ പരിസരവും ഹോട്ടലിൻ്റെ അകവും കരണൻ ടീമും നിരീക്ഷിക്കുകയായിരുന്നു. ഏകദേശം 3 നാൾ ആ നിരീക്ഷണം തുടർന്നു. സ്പൈ ഇൻഫർമേഷൻ അനുസരിച്ച് ഇനി 2 നാളിൻ്റെ ഉള്ളിൽ സാവുദ് എത്തുമെന്ന് കരൺ കണക്കുകൂട്ടി. ആ നാൾ വന്നെത്തി. മുമ്പ് പറഞ്ഞത് പ്രകാരം അവരവരുടെ പൊസിഷനുകളിൽ തൻ്റെ ടീമിനെ കരൺ നിർത്തി. ഹോട്ടലിലെ ജീവനക്കാരൻ്റെ വേഷത്തിൽ വിദ്യുത് അകത്തെ ഹാൾ നിരീക്ഷിക്കുകയായിരുന്നു. കരണും പ്രതാപും ഹോട്ടലിൻ്റെ പുറത്ത് ഈക്കോ വാനിൽ സാവുദിൻ്റെ വരവും കാത്ത് അക്ഷമനായിരിക്കുന്നു. കൂട്ടത്തിൽ തൻ്റെ ബഡ്ഡികൾക്ക് ഇയർബഡ് വഴി വേണ്ട വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുമുണ്ട്. കരണിന് മുന്നിലുള്ള ലാപ്ടോപ്പിൽ ഹോട്ടലിൻ്റെ അകത്തിരിക്കുന്ന വിദ്യുത് രഹസ്യമായി ഷൂട്ട് ചെയ്യുന്ന വീഡിയോ കാണാം. ഗൈസ്, ഏതാനും നിമിഷങ്ങൾക്കകം സാവുദ് എത്തുന്നതാണ്. മസൂദ്, വാട്ട്സ് യുവർ പൊസിഷൻ? വാനിൽ ഇരുന്നു കൊണ്ട് തന്നെ കരൺ ചോദിച്ചു. ഇറ്റ്സ് ക്ലിയർ സാർ. കാറ്റിൻ്റെ ദിശയിൽ മാത്രമേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് നൗ ഇറ്റ്സ് ഓക്കെ. ഈ പൊസിഷനിൽ എനിക്ക് ക്ലിയർ ഷോട്ട് കൊടുക്കാൻ സാധിക്കും. ഷൂട്ട് ഗണ്ണുമായി തൊട്ടപ്പുറത്തെ കെട്ടിടത്തിൽ കാത്തിരിക്കുന്ന മസൂദ് തൻ്റെ പൊസിഷൻ പറഞ്ഞു. ഗുഡ്. റാഷ് ആൻഡ് ക്രിഷ്, എവറിത്തിങ് ഈസ് ഓക്കെ? ഓക്കെ സാർ. ഹോട്ടലിൻ്റെ മുകളിൽ 2 ഭാഗത്തുമായി ഞങ്ങൾ നിൽപ്പുണ്ട്. വിദ്യുത്, ഈ അലർട്ട് ഓക്കെ? ഓക്കെ സാർ. സ്ട്രീറ്റിലെ പോസ്റ്റിൽ ഘടിപ്പിച്ച CCTV ഹാക്ക് ചെയ്ത് ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് ഏരിയ വീക്ഷിക്കുകയായിരുന്നു പട്ടേൽ. കരൺ, ക്യാൻ യു ഹിയർ മീ? കരൺ, ഐ റിപ്പീറ്റ്, ക്യാൻ യു ഹിയർ മീ? യെസ് സാർ. വാട്ട് ഈസ് ദ പൊസിഷൻ? എല്ലാം ഓക്കെയാണ് സാർ. എല്ലാം ഇതുവരെയും കറക്റ്റായി പോകുന്നു സാർ. കുറച്ചു നേരത്തെ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ ബ്ലാക്ക് കളർ ഇനോവ കാർ ഹോട്ടലിൻ്റെ മുന്നിൽ നിർത്തി. കരൺ ആ കാറിലേക്ക് തന്നെ ഉറ്റുനോക്കി. നീല സൂട്ട് ധരിച്ച ഒരാൾ ആ കാറിൽ നിന്നിറങ്ങി. ഏകദേശം 6 അടിയോളം പൊക്കമുള്ള അയാൾ. ഒരു 45 വയസ്സ് പ്രായം തോന്നിക്കും. വെളുവെളുത്ത ചർമ്മം. ആ വ്യക്തിയെ കണ്ട മാത്രയിൽ കരൺ അയാളുടെ പേര് മൊഴിഞ്ഞു. സാവൂദ്. തൻ്റെ നീളം താടിയും അതിനൊത്ത കൊമ്പൻ മീശയും ഷേവ് ചെയ്ത് കളഞ്ഞ് ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് അണിഞ്ഞു വരുന്ന സാവൂദിനെ ഒറ്റ നോട്ടത്തിൽ കരൺ മനസ്സിലാക്കുകയായിരുന്നു. ഗൈസ്, അയാൾ വന്നു. റൈറ്റ് യുവർ പൊസിഷൻ. കരണിൻ്റെ നിർദ്ദേശം കിട്ടിയ ഉടനെ എല്ലാവരും ജാഗരൂകരായി നിന്നു. മസൂദ് തൻ്റെ ഷൂട്ടറിലെ ബൈനോക്കുലറിൽ സാവൂദിനെ ഹെഡ്ഡെയിം ചെയ്തു. വിദ്യുത്, സാവൂദ് ഈസ് കമ്മിങ് ദയർ. കോപ്പി ദാറ്റ്. വിദ്യുത് ഹോൾ വൃത്തിയാക്കുന്ന മുഖേന അവിടെ ചുറ്റിപ്പറ്റി നിന്നു. അടുത്ത നിമിഷം 2 ജീപ്പുകൾ അവിടെ എത്തി. അതിൽ നിന്നും ഇറങ്ങി വരുന്ന 7ഓളം മല്ലന്മാരെ കണ്ട് കരണിൻ്റെ അടുത്തിരിക്കുന്ന പ്രതാപ് തൊണ്ടയിലെ വെള്ളമിറക്കി. എന്താ പ്രതാപ്, അവരെ കണ്ട് ഭയന്നുപോയോ? കരൺ പ്രതാപിൻ്റെ മുഖത്ത് നോക്കി. നോ സാർ, ഭയമല്ല, ഒരു കൗതുകമാണ് എനിക്കിവരെ കണ്ടപ്പോൾ തോന്നിയത്. നമ്മളൊക്കെ ഈ ആനയെ കാണുമ്പോൾ തോന്നുന്ന കൗതുകമില്ലേ, അത് തന്നെ. എന്തൊരു സൈസാണല്ലേ സാർ ഇവർ. ഹോട്ടലിൻ്റെ മുകളിൽ റാഷും കൃഷും അപ്പുറത്തെ കെട്ടിടത്തിലെ മസൂദും എന്തിനേറെ ഹോട്ടലിനകത്തെ ഹാളിലുള്ള വിദ്യുത് വരെ പ്രതാപിൻ്റെ വർത്തമാനം കേട്ട് അല്പം ചിരിച്ചുപോയി. ഓക്കെ. കരൺ തൻ്റെ ചിരിയടക്കി. അടുത്തത് ഒരു റെഡ് കളർ ബെൻസ് കാറാണ് വന്നത്. ആ കാറിൽ നിന്നും ഇറങ്ങി വരുന്ന ആളെ കണ്ട് കരൺ അല്പം ഒന്ന് ഞെട്ടി. ഡോക്ടർ ചന്ദ്രമോഹനായിരുന്നു അത്. ആണവ റിയാക്ടറിലെ പ്രധാനി. വാട്ട്? കരണ് തൻ്റെ കോപം നിയന്ത്രിക്കാനായില്ല. എന്തു പറ്റിയെന്ന സംശയത്തോടെ കരൻ്റെ ടീം കരൺ എന്താണ് പറയുന്നതെന്ന് ആകാംക്ഷയോടെ ശ്രവിച്ചു. ഗൈസ്, ഐ നീഡ് ദിസ് ബ്ലഡി മാൻ. ഇയാളെ എന്ത് വില കൊടുത്ത് നമുക്ക് പിടിക്കണം. കോപ്പി ദാറ്റ്. 4 പേരും സ്വകാര്യത്തിൽ ഒരുമിച്ച് പറഞ്ഞു. കരൺ നോക്കി നിൽക്കെ സാവൂദും ടീമും ആ ഹോട്ടലിലേക്ക് പ്രവേശിച്ചു. ചന്ദ്രമോഹറിൻ്റെ നിർദ്ദേശപ്രകാരം ആ ഹാളിൽ തന്നെ അവർ വന്നിരുന്നു. സാവൂദും ചന്ദ്രമോഹറും മുഖാമുഖം ഇരുന്നു. സെക്യൂരിറ്റി 7 പേർ മറ്റു ടേബിളുകളിൽ ഇടം പിടിച്ച് ഹോള് വീക്ഷിച്ചു. വിദ്യുതാവട്ടെ തൻ്റെ ഷർട്ടിൽ ഘടിപ്പിച്ച ബട്ടൺ ക്യാമറ സാവൂദിന് നേരെ പിടിച്ചു. സാർ, ക്ലിയർ അല്ലേ? വാനിലിരിക്കുന്ന തൻ്റെ ലാപ്ടോപ്പിലെല്ലാം വീക്ഷിക്കുകയായിരുന്നു കരൺ. യെസ്, ഇറ്റ്സ് ക്ലിയർ മാൻ. ഗുഡ് ജോബ് വിദ്യുത്. താങ്ക് യു സാർ. ഹോളിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. എന്തിനും റെഡിയായി കരണിൻ്റെ ടീം. യു. വിദ്യുതിനെ നോക്കി സാവൂദിൻ്റെ സെക്യൂരിറ്റി ഒരാൾ അലറി. എന്താണെന്ന അർത്ഥത്തിൽ വിദ്യുത് അയാളെ നോക്കി. കം ഹിയർ. വാട്ട്? ഐ സെഡ് കം ഹിയർ. ഫോർ വാട്ട്? ഐ നീഡ് ചെക്ക് യുവർ ഓൾ ബോഡി. കരണും ബാക്കി ടീമും ഒന്ന് ഞെട്ടി. കാരണം വിദ്യുതിൻ്റെ അരയിൽ പിസ്റ്റൾ ഉണ്ടായിരുന്നു. വിദ്യുത്, ഡു സംതിങ്, തിങ്ക് സംതിങ്, കരൺ നിർദ്ദേശിച്ചു. ഇപ്പോൾ ഹോട്ടലിനകത്ത് ആൾ കൂടുതലായതിനാൽ നമുക്ക് അങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റില്ല. സോ എന്തേലും താനിപ്പോൾ ചെയ്യണം. വിദ്യുത് ആകെ ടെൻഷനായി. ഏ മാൻ, ഐ ആം ടോക്കിംഗ് ടു യു. കം ഹിയർ. ഐ നീഡ് ചെക്ക് യുവർ ഡ്രസ്. അയാൾ ആക്രോശിച്ചു. സാവൂദ് തിരിഞ്ഞ് വിദ്യുതിനെ നോക്കി. ഓർ വാട്ട് സാർ? ബിക്കോസ് ഐ ഡൗട്ടഡ് യു, സോ പ്ലീസ് കം ഹിയർ. സാർ എന്തേലും ഉടൻ ചെയ്യണം. മസൂദ് കരണിന് നിർദ്ദേശം കൊടുത്തു. സാർ, മേ ഐ?
ഹോട്ടലിലെ മുകളിൽ നിന്നും താഴേക്ക് ചാടാൻ നിൽക്കുന്ന റാഷ് ചോദിച്ചു. നോ 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 നോട്ട് നൗ, വി നീഡ് എ പ്ലാൻ. എ ബ്ലഡി മാൻ, ഐ സെഡ് കം ഹിയർ. അയാൾ അലറി എഴുന്നേറ്റ് വിദ്യുതിന് നേരെ തോക്ക് ചൂണ്ടി. ഇഫ് യു ഡോണ്ട് കം ഹിയർ ഓൺ യുവർ സെൽഫ്, ഐ വിൽ ബ്ലോ യുവർ ബ്രെയിൻ ഔട്ട്. ഇരു കണ്ണുകളും ചുവന്ന രക്തദാഹിയെപ്പോലെ നിൽക്കുന്ന ആ അജാനുബാഹു വിദ്യുതിന് നേരെ തോക്ക് ചൂണ്ടി ലോഡ് ചെയ്തു. ഇത് കണ്ട് പേടിച്ച് ഒച്ചയുണ്ടാക്കി ഹോളിലുണ്ടായിരുന്ന മറ്റ് കസ്റ്റമേഴ്സ് ഓടി മറയാൻ ശ്രമിച്ചതും കൂട്ടത്തിലൊരു സെക്യൂരിറ്റി ഡോർ ക്ലോസ് ചെയ്തു. എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സാവൂദ് വിദ്യുതിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ചലോ ബേട്ടാ. വിദ്യുത് ടെൻഷനോടെ തൊണ്ടയിലെ വെള്ളമിറക്കി. അയാളുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിയാൻ തുടങ്ങി. സാർ, എന്തേലും ഉടനെ ചെയ്തേ പറ്റൂ. കൃഷ് കരണിന് മുന്നറിയിപ്പ് കൊടുത്തു. കരൺ ഒന്ന് കണ്ണടച്ചു. ഗൈസ്, യെസ് സാർ. ആർ യു റെഡി? യെസ് സാർ, വി ആർ. വാനിൽ നിന്നും കരണും പ്രതാപും ചാടിയിറങ്ങി. എന്നിട്ട് വേഗം തന്നെ ഹോട്ടലിലേക്ക് പാഞ്ഞു ചെന്നു. മസൂദ്, ടേക്ക് യുവർ വിഷ്വൽസ്. കോപ്പി ദാറ്റ്. സാർ, ഐ ഹാവ് ക്ലിയർ വിഷ്വൽ. മേ ഐ? വെയിറ്റ് മസൂദ്, ഒബേ മൈ ഓർഡർ. യെസ് സാർ. കരണും പ്രതാപും ഡോറിനരികിൽ ചെന്നു. വിദ്യുത് മന്ദം മന്ദം അജാനുബാവിൻ്റെ അരികിൽ ചെന്ന് നിന്നു. വിറങ്ങലിച്ച് നിൽക്കുന്ന വിദ്യുതിനെ അയാൾ അടിമുടിയൊന്ന് നോക്കി. ടേൺ അറൗണ്ട്. വിദ്യുത് അയാളെ നോക്കി നിന്നു. ഐ സേ ടേൺ അറൗണ്ട്, അയാൾ ആക്രോശിച്ചു. വിദ്യുത് അയാളുടെ ആജ്ഞപ്രകാരം തിരിഞ്ഞു നിന്നു. വിദ്യുതിൻ്റെ ശരീരം അയാൾ കൈകൊണ്ട് പരതി. ഓരോ ഇഞ്ചും അയാൾ പരുതുമ്പോൾ വിദ്യുതിൻ്റെ നെഞ്ചിടിപ്പ് കൂടുകയാണ്. ഹോട്ടലിലെ കസ്റ്റമേഴ്സ് എല്ലാം ആ രംഗം ടെൻഷനോടെ ഭയത്തോടെ വീക്ഷിക്കവേ അജാനുബാഹുവിന് വിദ്യുതിൻ്റെ അരയിൽ നിന്നും പിസ്റ്റൾ കിട്ടി. പിസ്റ്റൾ കണ്ട് സാവൂദും ചന്ദ്രമോഹറും ഒന്നു ഞെട്ടി. മസൂദ് നൗ. കിരൺ അലറിയതും മസൂദ് തൻ്റെ ആദ്യ ബുള്ളറ്റ് തൊടുത്തുവിട്ടു. വിദ്യുതിൻ്റെ മുന്നിലുള്ള അജാനുബാഹുവിൻ്റെ കഴുത്ത് പിളർത്തി തൊട്ടു മുന്നിലുള്ള അലമാരയുടെ ചില്ല് തകർത്ത് വെടിയുണ്ട ചീറിത്തെറിച്ചു. വിദ്യുത് നോക്കി നിൽക്കെ അജാനുബാഹു നിലം പതിച്ചു. ഗൈസ്, ഗെറ്റ് ഇൻ. കോപ്പി ദാറ്റ്. കരൺ അലറിയതും റാഷും കൃഷും ഹോട്ടലിൻ്റെ രണ്ട് ഭാഗത്തൂടെ താഴേക്കിറങ്ങി. തൂങ്ങിയിറങ്ങിയ റാഷ് ഡോറിനടുത്തുള്ള സാവൂദിൻ്റെ സെക്യൂരിറ്റിയുടെ തല പിളർത്തി വെടിവായിച്ചതും കരണും പ്രതാപും ഡോറ് തുറന്ന് മിന്നൽ വേഗത്തിൽ അകത്ത് പ്രവേശിച്ചു. കരൺ തൻ്റെ പിസ്റ്റൾ ലോഡ് ചെയ്ത് അടുത്ത അജാനുബാഹുവിൻ്റെ നെഞ്ചു പിളർത്തി വെടിവായിച്ചു. കസ്റ്റമേഴ്സിനെ നോക്കി കൃഷ് അലറിയതും അവർ ജീവൻ കയ്യിലേന്തി പുറത്തേക്ക് ഓടി. വിദ്യുത് തൻ്റെ പിസ്റ്റളെടുത്ത് അടുത്ത സെക്യൂരിറ്റിയിലേക്ക് ചൂണ്ടിയതും സാവൂദ് വിദ്യുതിനെ എയിം ചെയ്തു. തൊട്ടപ്പുറത്തെ മസൂദിൻ്റെ അടുത്ത പണി. സാവൂദിൻ്റെ തോളിൽ മസൂദ് വെടിയുണ്ട പായിച്ചു. രക്തം പുരണ്ട സാവൂദ് നിലം പതിച്ചു. ബാക്കിയുള്ള 4 സെക്യൂരിറ്റീസിനെ വകവരുത്താൻ ഏതാനും നിമിഷം മതിയായിരുന്നു കരണിനും ടീമിനും. വെടിയുണ്ടകളുടെ ചീറിപ്പായലിൻ്റെ ഇടയിൽ ഭയന്ന് വിറച്ചിരിക്കുകയാണ് ചന്ദ്രമോഹർ. ഏയ്! പിന്നിലെ അലർച്ച കേട്ട് കരൺ തിരിഞ്ഞു നോക്കി. 17-കാരി പെൺകുട്ടിയെ ബന്ദിയാക്കി തലയിൽ തോക്ക് ചൂണ്ടി അലറുകയാണ് സാവൂദിൻ്റെ സെക്യൂരിറ്റിയിൽ ഒരാൾ. പുട്ട് ദ ഗൺ ഡൗൺ, അയാൾ ആക്രോശിച്ചു. പുട്ട് ദ ഗൺ ഡൗൺ മാൻ. ആ പെൺകുട്ടിയുടെ കഴുത്തിന് പിടിച്ച് അയാൾ ആക്രോശിച്ചതും അവൾ വലിയ വായിൽ അലറി. എ മാൻ, ഡോണ്ട് ഡു ദാറ്റ്. പ്ലീസ് ലീവ് ഹിയർ അലോൺ ആൻഡ് ഡ്രോപ്പ് യുവർ ഗൺ. കരൺ അയാൾക്ക് താക്കീത് കൊടുത്തു. ഐ സെഡ് ഡ്രോപ്പ് യുവർ ഓൾ ഗൺ. സാർ, എനിക്ക് ക്ലിയർ ഷോട്ട് സാധ്യമല്ല. കറക്റ്റ് വിഷ്വൽ എനിക്ക് കിട്ടുന്നില്ല. സോ ഡു സംതിങ് സാർ. മസൂദ് തൻ്റെ നിസ്സഹായാവസ്ഥ അറിയിച്ചു. എന്തും സംഭവിക്കാം. ഐ സെഡ് പുട്ട് ദ ഗൺ ഡൗൺ. ഓക്കെ ഓക്കെ, കൂൾ മാൻ. കരൺ തൻ്റെ ടീമിനോട് നിർദ്ദേശിച്ചു. അപ്രകാരം അവർ തോക്കുകൾ തറയിലിട്ട് ഇരു കൈകളും പൊക്കി. യു ഓൾസോ മാൻ. കരണിനെ നോക്കി അയാൾ ആജ്ഞാപിച്ചു. ഓക്കെ, ഹിയർ ദ ഗൺ. കരൺ കുനിഞ്ഞ് തോക്ക് താഴെ വയ്ക്കുന്ന മുഖേന ആ പെൺകുട്ടിയെ നോക്കി വലത്തേക്ക് കൃഷ്ണമണി ചലിപ്പിച്ചു. ആ സെക്കൻഡിൽ അവൾ തൻ്റെ ശിരസ് എടുത്തിട്ട് വെട്ടിച്ചതും കുനിഞ്ഞുകൊണ്ട് കരൺ നിറയൊഴിച്ചതും ഒരുമിച്ചായിരുന്നു. ഒരു ക്ലിയർ ഹെഡ് ഷോട്ട്. ആ സെക്യൂരിറ്റിയുടെ നെറ്റി തുളഞ്ഞ ബുള്ളറ്റ് പുറത്തേക്ക് തെറിച്ചു. അയാൾ നിലം പതിച്ചു. പേടിച്ചിരണ്ട പെൺകുട്ടി കരണിനെ ഓടി വന്ന് പുണർന്നു. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ആർ യു ഓൾ റൈറ്റ്? അവൾ തലകുലുക്കി. ഗുഡ് ഗേൾ. റാഷ്. കരൺ വിളിച്ചതും റാഷ് വന്ന ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി. സാർ, ദി ഓപ്പറേഷൻ ഈസ് സക്സസ്. ഡൽഹിയിലിരുന്ന പട്ടേലും സംഘവും ആ വാർത്ത എറിഞ്ഞ് സന്തോഷം പൂണ്ടു. ചന്ദ്രമോഹറിനെയും സാവൂദിനെയും കൈ പിന്നിൽ കെട്ടി കരൺ ആൻഡ് ടീം അവിടെ നിന്നും യാത്രയാകുമ്പോൾ ഹോട്ടലിലെ മറ്റെല്ലാവരും അവരെ നോക്കി കൈയടിക്കുകയായിരുന്നു. ചിയേഴ്സ്. മിഷൻ സക്സസ് ആയതിൻ്റെ ഒരു പാർട്ടിയായിരുന്നു ഡൽഹിയിൽ. സാർ, ഈ വിദ്യുതിൻ്റെ മുഖമൊന്ന് കാണേണ്ടതായിരുന്നു. അയാൾ ഇവൻ്റെ ബോഡി സെർച്ച് ചെയ്തപ്പോൾ ആശാൻ മുള്ളിയോ എന്നാണ് എൻ്റെ സംശയം. മസൂദ് വിദ്യുതിനെ കളിയാക്കി. അതിനേക്കാൾ രസകരമായിരുന്നു കൃഷിൻ്റെ റോപ്പിറക്കം. റോപ്പ് മുകളിൽ കുടുങ്ങി കൃഷി പാതി വഴിയിൽ നിന്നുപോയി. അന്നേരത്തെ ഇവൻ്റെ വെപ്രാളം സാറൊന്ന് കാണേണ്ടതായിരുന്നു. റാഷ് കൃഷിനെ നോക്കി കളിയാക്കി ചിരിച്ചു. പരസ്പരം പൊട്ടിച്ചിരിച്ചും കളിയാക്കലുമായി നേരം ഒരുപാട് പോയി. എല്ലാം അടിച്ചു പൂസായി. കരണും പട്ടേലും ഒഴിച്ച്. കരൺ തൻ്റെ ബെഡ്ഡുകളെ നോക്കി ഒന്ന് നെടുവീർപ്പിട്ടു. എന്താണോ ഇത്ര നല്ല വിജയം കൈവരിച്ചിട്ടും താൻ മാത്രം സന്തോഷിക്കാത്ത? സന്തോഷമില്ല എന്ന് ആരാ പറഞ്ഞ സാർ? സാറിനറിയോ, വിദ്യുതിനെ അയാൾ ചെക്ക് ചെയ്യുന്ന സമയം ഞാൻ അനുഭവിച്ച ടെൻഷൻ എനിക്കെന്തെങ്കിലും പറ്റുന്നതിലല്ല,
എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും പറ്റുന്നതില്ല എനിക്ക് ടെൻഷൻ. എനിക്കറിയാം കരൺ, തൻ്റെ കൂടെയുള്ള ബഡ്ഡികൾക്കൊരു പോറൽ പോലും ഏൽക്കുന്നത് സഹിക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ ഇപ്പോൾ തന്നെ അലട്ടുന്ന പ്രശ്നം അതൊന്നുമല്ല എന്ന് തൻ്റെ മുഖത്ത് നിന്നും എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. മിയാമിയിൽ നിന്നും താൻ വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. പിന്നെ ഈ ഓപ്പറേഷൻ കഴിയട്ടെ എന്ന് കരുതി. നൗ യു ആർ ഫ്രീ. ഇനി പറയൂ, കരൺ എന്താണ് തൻ്റെ പ്രശ്നം? ഒരു ചേട്ടനോടെന്ന പോലെ തനിക്ക് അതെന്നോട് പറയാം. നമുക്ക് നടന്നാലോ സാർ? കരണും പട്ടേലും പുറത്തേക്കിറങ്ങി ഒന്ന് നടന്നു. ഒരു പെൺകുട്ടി, അവൾ ആരെന്നോ എന്തെന്നോ എനിക്കറിയില്ല. എന്തിനു പറയുന്നു, അബദ്ധത്തിൽ പോലും ആ പെൺകുട്ടിയെ ഞാൻ കണ്ടതായി എനിക്കറിയില്ല. എന്നിട്ടും എൻ്റെ ഊണിലും ഉറക്കത്തിലുമൊക്കെ അവൾ വരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അവൾ എൻ്റെ ചിന്തകളിൽ വന്ന് ശല്യപ്പെടുത്താൻ തുടങ്ങി. ഇറ്റ്സ് എ ഗോസ്റ്റ്? പട്ടേൽ ചോദിച്ചു. ഗോസ്റ്റാണെന്ന നിഗമനത്തിലൊന്നും ഞാൻ എത്തിയിട്ടില്ല സാർ. പക്ഷെ അവൾ എൻ്റെ സ്വപ്നത്തിൽ വരുന്നത് പലതരത്തിൽ അവൾ മരിക്കുന്നതായിട്ടാണ്. എത്രയൊക്കെ ആലോചിച്ചിട്ടും എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല സാർ. ഇതൊക്കെ വലിയ കാര്യമാക്കാനൊന്നുമില്ല കരൺ. ഇറ്റ്സ് ജസ്റ്റ് എ ഡ്രീം, അത്രയേ ഉള്ളൂ. താൻ സമാധാനപ്പെട്ടിരിക്കേ. ഞാൻ തന്നോട് മറ്റൊരു കാര്യം പറയാനിരിക്കുകയായിരുന്നു. താൻ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ വേറൊരു സ്ഥലത്ത് പോകണം. സംശയത്തോടെ കരൺ പട്ടേലിനെ നോക്കി. അതേ കരൺ, താൻ പോകേണ്ടത് കേരളത്തിലേക്കാണ്. എന്തിനാണ് സാർ? പ്രത്യേകിച്ചൊന്നുമില്ല. കുറേ നാളായല്ലോ താൻ തൻ്റെ സ്വന്തം നാട്ടിൽ ചെന്നിട്ട്. തൽക്കാലം താൻ അങ്ങോട്ട് ചെല്ലേ. പിന്നീടുള്ള കാര്യങ്ങൾ ഞാൻ വഴിയേ പറയാം. എന്തു പറയുന്നു താൻ? ഞാൻ പോകാം സാർ. എത്രയൊക്കെ ആയാലും നമ്മുടെ സ്വന്തം നാട്ടിൽ കഴിയുന്ന സുഖം വേറെ ഏത് നാട്ടിൽ തങ്ങിയാലും കിട്ടില്ല. എങ്കിൽ താൻ റെഡി ആയിക്കോളൂ. കൊച്ചിയിലേക്കാണ് താൻ യാത്രയാകേണ്ടത്. ബാക്കി വിവരങ്ങളൊക്കെ വഴിയെ ഞാൻ തന്നോട് പറഞ്ഞോളാം. മുംബൈയിലെ മിഷനും തീർത്ത് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ കരൺ കൊച്ചിയിലേക്ക് യാത്രയായി. നെടുമ്പാശ്ശേരി എയർപോർട്ട്. കരൺ വന്നിറങ്ങി. ടാക്സി? കരൺ കൈ പൊക്കിയതും ഒരു ടാക്സിക്കാർ അയാളുടെ മുന്നിൽ വന്നു നിന്നു. തൻ്റെ കയ്യിലുള്ള ബാഗുമായി കരൺ കാറിൽ കയറി. സാർ, എങ്ങോട്ടാണ് സാർ പോകേണ്ടത്? പാലാരിവട്ടം. കുറച്ചു നേരത്തെ യാത്രയ്ക്കൊടുവിൽ അവർ പാലാരിവട്ടത്ത് എത്തിച്ചേർന്നു. ക്വീൻ എന്ന പേരിലുള്ള ഒരു തുക്കട ലോഡ്ജിൻ്റെ മുന്നിലാണ് ടാക്സി നിർത്തിയത്. സാർ, ഇതാണ് ആ ലോഡ്ജ്. ഓക്കെ. ടാക്സി ഡ്രൈവറിന് പൈസയും കൊടുത്ത് കരൺ ആ ലോഡ്ജിലേക്ക് പ്രവേശിച്ചു. 2ാം നിലയിൽ റൂം എടുത്ത് അയാൾ മുകളിലേക്ക് ചെന്നു. റൂം നമ്പർ 203. ഒരുപാട് അണ്ണന്മാരും ഭായിമാരും തിങ്ങിപ്പാർക്കുന്ന ലോഡ്ജായിരുന്നു അത്. കരണിനെ കണ്ടതും അവരിൽ ചിലർ അയാളെ രൂക്ഷമായി നോക്കുന്നുണ്ട്. ജാക്കറ്റും ജീൻസും ബൂട്ടും ധരിച്ചു വരുന്ന കരണിനെ കണ്ടതും അവരിൽ ചിലർ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. ഇവനേതാടാ എന്ന മട്ടിലായിരുന്നു അവരുടെയൊക്കെ നോട്ടം. അവർക്കാർക്കും അറിയില്ലല്ലോ കരൺ ആരാണെന്നും എന്താണെന്നും. എല്ലാവരുടെയും മുഖത്തേക്ക് ഒരു പുഞ്ചിരി പാസാക്കി കരൺ തൻ്റെ റൂമിൽ പ്രവേശിച്ചു. ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബാഗ് റൂമിൽ തന്നെ വെച്ച് അയാൾ തിരിച്ചിറങ്ങി ഡോർ ലോക്ക് ചെയ്തു. സമയം രാത്രി 8 ആയിരിക്കുന്നു. ഒന്ന് നടന്നിട്ട് വരാം. ലോഡ്ജിൽ നിന്നിറങ്ങി അയാൾ റോഡിലേക്ക് നടന്നു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ ഒരു മാർജിൻ ഫ്രീ മാർക്കറ്റ് കരണിൻ്റെ കണ്ണിൽപ്പെട്ടു. അതിനകത്ത് കയറി അയാൾ ഫ്രിഡ്ജ് തുറന്ന് വെള്ളത്തിൻ്റെ ബോട്ടിലെടുത്തതും പെട്ടെന്നായിരുന്നു ആ അലർച്ച. ആരും അനങ്ങരുത്, അനങ്ങിയാൽ ഇവളെ കഴുത്തറുത്ത് കൊല്ലും ഞാൻ. അകത്തുണ്ടായിരുന്ന ജീവനക്കാരൊക്കെ അലറാൻ തുടങ്ങി. ഒന്നും മനസ്സിലാകാതെ കരൺ അലർച്ച കേട്ട ഭാഗത്തേക്ക് ചെന്നു. അവിടെ ഒരു യുവാവ് ഒരു പെൺകുട്ടിയെ ബന്ദിയാക്കി നിർത്തിയിരിക്കുകയായിരുന്നു. ആ പെൺകുട്ടി അവിടെ ജോലി ചെയ്യുന്നവളും. യുവാവിൻ്റെ മുഖത്ത് കരൺ ഒന്നു നോക്കി. ശേഷം പേടിച്ചരണ്ട് നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയ കരൺ അക്ഷരാർത്ഥത്തിൽ ഒന്ന് ഞെട്ടി. തന്നെ ഇത്രയും നാൾ വേട്ടയാടിയ തനിക്ക് സ്വൈര്യം തരാത്ത ആ പെൺകുട്ടി, തൻ്റെ സ്വപ്നത്തിൽ വന്ന് പലതരത്തിൽ പലതവണയായി മരിച്ചു വീഴുന്ന ആ പെൺകുട്ടിയായിരുന്നു അത്. ഞെട്ടലോടെ കരൺ അവളെ നോക്കി നിൽക്കെ കരണിൻ്റെ മുഖത്ത് നോക്കി ആ യുവാവ് വീണ്ടും അലറി. ഒരടി മുന്നോട്ട് വെച്ചാൽ വെട്ടി നുറുക്കും ഞാനിവളെ. പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലേ, നമുക്ക് സമാധാനപരമായി കാര്യങ്ങൾ പരിഹരിക്കാം. താനാദ്യം അവളുടെ കഴുത്തിൽ നിന്ന് കത്തി മാറ്റ്, കരൺ നിർദ്ദേശിച്ചു. ഇല്ല, ഞാൻ ഈ കത്തി മാറ്റില്ല. അത്രയും പറഞ്ഞ അയാൾ ആ പെൺകുട്ടിയെ ഒന്നുകൂടെ മുറുകെ ചേർത്ത് പിടിച്ചു. അയ്യോ, പേടിച്ചരണ്ട് അവൾ കരയാൻ തുടങ്ങി. ശരി, എന്താണ് തനിക്ക് വേണ്ടേ? ആ പെൺകുട്ടി ഒന്നും ചെയ്യാതിരുന്നാൽ ഞാനത് തനിക്ക് സാധിച്ചു തരാം. പറയൂ, എന്താണ് തൻ്റെ പ്രശ്നം? പണം. വാട്ട്? അതെ, എനിക്ക് വേണ്ടത് പണമാണ്. അതിനൊപ്പം ഇവിടെ നിന്നും രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കുകയും വേണം താൻ. ശരി, സമ്മതിച്ചു. എത്രയാണ് തനിക്ക് വേണ്ടത്? 2 ലക്ഷം രൂപയാണ് എനിക്ക് വേണ്ടത്. അതെന്താ, തുക കുറഞ്ഞു പോയല്ലോ മിസ്റ്റർ. ഈ 2 ലക്ഷം രൂപ കിട്ടിയാൽ താൻ എന്ത് കാണിക്കാനാണ്? ഒരു 10-15 ചോദിക്കണ്ടേ? എനിക്ക് അത്രയും തുക ആവശ്യമില്ല. എൻ്റെ അമ്മ ആശുപത്രിയിലാണ്. നാളെ ഓപ്പറേഷൻ നടത്തണം. 2 ലക്ഷം രൂപ ചെലവ് വരും. അതിനാണ് എനിക്ക് ഈ കാശ്. മറ്റൊന്നും എനിക്ക് വേണ്ട. ഓ, ഐ സി. ഇത്രയും തുക ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടാകില്ല. സംസാരത്തിൻ്റെ ഇടയിൽ കരൺ അയാളുടെ അടുത്തേക്ക് മെല്ലെ എത്തുന്ന കാര്യം അയാൾ മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല. കരൺ തുടർന്നു. ഈ ഷോപ്പിലെ കളക്ഷൻ തുക കൂട്ടി നോക്കിയാലും അത്രയും തുക ഉണ്ടാവാൻ സാധ്യതയില്ല. താൻ ആദ്യം അവളുടെ കഴുത്തിൽ നിന്ന് കത്തി മാറ്റാൻ നോക്ക്. തൻ്റെ അമ്മയെ രക്ഷിക്കേണ്ടത് ഈ വഴിയിലൂടെയല്ല. തനിക്ക് അമ്മയുടെ ഓപ്പറേഷൻ നടന്നാൽ പോരെ? അത് മതി. എങ്കിൽ താൻ ഞാൻ പറയുന്നത് കേൾക്ക്. ആ കത്തി മാറ്റ്. ഇല്ല, ഞാൻ മാറ്റില്ല. എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടണം. അയാൾ അവളെ ഒന്നുകൂടി ഇറുക്കി. ഞാൻ പറയുന്നത് താൻ ശ്രദ്ധയോടെ ഒന്ന് കേൾക്ക്. ഈ കുട്ടിയെ കൊന്നാലും തനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല.
കാരണം നമ്മളിപ്പോൾ ദാ ഈ കാണുന്ന ക്യാമറ നിരീക്ഷണത്തിലാണ്. പോലീസ് ഉടനെ ഇവിടെ എത്തും. ക്യാമറയിൽ പെട്ടതിനാൽ വിത്തിൻ നോ ടൈം താൻ പോലീസിന്റെ വലയിൽ വീഴും. തൻ്റെ അമ്മയെ തനിക്ക് രക്ഷിക്കാനും സാധിക്കില്ല. അതുകൊണ്ട് താൻ ഞാൻ പറയുന്നതനുസരിക്ക് ആദ്യം തന്നെ ആ കത്തി മാറ്റ്. പണം നമുക്ക് മറ്റേതെങ്കിലും വഴി തരപ്പെടുത്താം. എന്താ തൻ്റെ അമ്മയുടെ പേര്? രേവതി. ഓക്കെ, ഏത് ആശുപത്രിയിലാണ് അവരിപ്പോൾ? മെഡിക്കൽ ട്രസ്റ്റ്. ശരി, നമുക്ക് പരിഹരിക്കാം. താനൊന്ന് കൂളാക്. അയാളൊന്ന് സംശയിച്ചു. ഇല്ല, നിങ്ങൾ എന്നെ പറ്റിക്കും, ഞാനിവളെ വിടില്ല. കരൺ ആ പെൺകുട്ടിയെ നോക്കി. പേടിച്ചിരണ്ടവൾ രക്ഷിക്കണമെന്ന ഭാവത്തോടെ കരണിനെയും നോക്കി. ഏതാണ്ട് അയാളുടെ അടുത്തെത്തിയതും കരൺ ആ പെൺകുട്ടിയുടെ കാലിൽ നോക്കിയ ശേഷം അയാളുടെ ജനനേന്ദ്രിയത്തിലും നോക്കി കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. സംഭവം മനസ്സിലായ അവൾ കാലുപൊക്കി പുറകിലേക്ക് ആഞ്ഞു ചവിട്ടി. ആ! പെട്ടെന്നുള്ള ആക്രമണത്തിൽ അയാൾ പതറിയതും കരണിന്റെ പുറംകാലുകൊണ്ടുള്ള കറങ്ങിയടിയും ഒരുമിച്ചായിരുന്നു. അടികൊണ്ട് പിന്നിലേക്ക് തെന്നിയ അയാളിൽ നിന്നും ആ പെൺകുട്ടിയെ കരൺ തന്നിലേക്ക് വലിച്ചടിപ്പിച്ചു. തൻ്റെ പുറകിലേക്ക് അവളെ മാറ്റി നിർത്തി അയാളുടെ കണ്ണുകളിലേക്ക് കരൺ ഉറ്റുനോക്കി. മുറുകെ പിടിച്ച കത്തിയുമായി അതീവ കോപത്തോടെ ഒച്ചയുണ്ടാക്കി ആ എതിരാളി കരണിന്റെ അടുത്തേക്ക് ചീറിപ്പാഞ്ഞു വന്നു. പലതരത്തിലും കരണിനെ വെട്ടാനും കുത്താനും നോക്കിയിട്ടും അയാൾക്ക് സാധിക്കുന്നില്ല. കരണിന്റെ മെയ്വഴക്കത്തിലുള്ള ഒഴിഞ്ഞുമാറൽ അയാളിൽ കൂടുതൽ അരിശം ഉളവാക്കുകയായിരുന്നു. അവസാനം കരണിന്റെ ക്ഷമ നശിച്ചപ്പോൾ കത്തിയേന്തിയ എതിരാളിയുടെ കൈക്ക് പിടുത്തമിട്ട് കരൺ പിന്നിലേക്ക് ചേർത്ത് പിടിച്ച് ഒരൊറ്റ തിരി. അതോടെ കൈയുടെ കുഴ തെറ്റി എതിരാളി മുട്ടുകുത്തി. അപ്പോഴേക്കും പോലീസ് അവിടെ എത്തി. എതിരാളിയെ മുട്ടുകുത്തിച്ച് നിർത്തിയിരിക്കുന്ന കരണിനെയായിരുന്നു അവർ കണ്ടത്. താനാരാ? പോലീസിന്റെ പണി ചെയ്യാൻ ഇവിടെ പോലീസുണ്ട്. ഓ, അതെനിക്ക് മനസ്സിലായി. കുറച്ചുകൂടി സാറുമാർ വരാൻ വൈകിയിരുന്നേൽ ദാ ഈ നിൽക്കുന്നവൾ ഇപ്പോൾ ജീവനോടെ ഉണ്ടാകില്ലായിരുന്നു. കരൺ അല്പം അരിശത്തോടെ മറുപടി കൊടുത്തു. സാർ, ഇയാളില്ലായിരുന്നേൽ ഞങ്ങളൊക്കെ ഇപ്പോൾ കൊലപാതകത്തിന് സാക്ഷി പറയേണ്ടി വന്നേനെ. ഷോപ്പിലുണ്ടായിരുന്ന ഒരു വൃദ്ധൻ SIക്ക് മറുപടി കൊടുത്തു. ഒരു മുരളൽ മാത്രം നൽകി SI കരണിനും ആ പെൺകുട്ടിക്ക് നേരെ തിരിഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ പോയിക്കോ, പക്ഷെ നാളെ സ്റ്റേഷനിലേക്ക് വരണം. കോൺസ്റ്റബിൾസ് ആ യുവാവിനെ കൊണ്ടുപോകാൻ തുനിഞ്ഞതും കരൺ ആദ്യം അങ്ങോട്ട് ചെന്നു. സാർ, എൻ്റെ അമ്മ. കരണിനെ നോക്കി അയാൾ വിതുമ്പി. പേടിക്കണ്ട, തൻ്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല, ഇതെൻ്റെ വാക്കാണ്. കരണിൻ്റെ വാക്കുകളിൽ അല്പം ആശ്വാസം കണ്ടെത്തിയ ആ യുവാവ് പോലീസുകാരോടൊത്ത് സ്റ്റേഷനിലേക്ക് പോയി. അപ്പോഴേക്കും സമയം രാത്രി 9:30 കഴിഞ്ഞു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. തക്ക സമയത്ത് സാർ എത്തിയില്ലായിരുന്നേൽ ഞാനിപ്പോൾ ജീവനോടെ ഉണ്ടാവുമായിരുന്നില്ല. ആ പെൺകുട്ടി കരണിനോട് തൻ്റെ നന്ദി രേഖപ്പെടുത്തുകയായിരുന്നു. എന്താ തൻ്റെ പേര്? അല്പം സംശയത്തോടെ കരൺ ചോദിച്ചു. സുനൈന എന്നാണ് സാർ. എവിടെ താമസം? ആലുവയില. ഇതിനു മുമ്പ് താൻ എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടതായി ഓർക്കുന്നുണ്ടോ? ഇല്ല സാർ, ഞാൻ സാറിനെ ആദ്യമായി കാണുകയാ. ഇങ്ങനൊരു സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ ആദ്യമായി കാണുന്നത്. ഇനി ഒരിക്കലും ഈ പരിചയപ്പെടൽ ഞാൻ മറക്കില്ല. വളരെ നന്ദിയുണ്ട് സാർ. ഷോപ്പിൽ നിന്നും ഇറങ്ങാൻ നേരമാണ് അയാൾ എന്നെ ബന്ദിയാക്കിയത്. ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി, ഞാൻ പോട്ടെ സാർ. അത്രയും പറഞ്ഞ ശേഷം അകത്തെ മുറിയിൽ കയറി അവൾ പെട്ടെന്നിറങ്ങി. ഇറങ്ങിയതാവട്ടെ ഒരു പർദ്ദയും ധരിച്ചുകൊണ്ട്. മുഖം മൂടുന്ന മക്കനെയും ഇട്ടുകൊണ്ട് പുറത്തേക്ക് പോകുന്ന അവളെ സംശയത്തോടെ തന്നെയായിരുന്നു കരൺ വീക്ഷിച്ചത്. ഇനി ഇത് അവളല്ലേ? സ്വയം ചോദ്യങ്ങൾ ചോദിച്ച് അയാൾ അവിടെ നിന്നും ഇറങ്ങി. പോകുന്ന വഴിക്ക് ഡൽഹിയിലേക്ക് കരൺ ഫോൺ ചെയ്തു. ഹലോ കരൺ, താൻ അവിടെ എത്തിയോ? യെസ് സാർ, എത്തിയിട്ട് കുറച്ചധികം സമയമായി. സാർ, എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താണോ താൻ പറയേ. സാർ, നമ്മുടെ കേന്ദ്രമന്ത്രി അരുൺ സായിയെ സാർ ഒന്ന് വിളിക്കണം. അദ്ദേഹവുമായി സാറിന് നല്ല ബന്ധമാണല്ലോ. എന്താ കരൺ കാര്യം? സാർ, ഇവിടെ ഒരു ആശുപത്രിയിൽ ഒരു സ്ത്രീ അഡ്മിറ്റ് ആയിട്ടുണ്ട്. നാളെ അവരുടെ ഓപ്പറേഷനാണ് സാർ. അതിന് 2 ലക്ഷം രൂപ ചെലവ് വരും. സാർ, മന്ത്രിയെ കൊണ്ട് ആ ആശുപത്രിയിൽ വിളിപ്പിച്ച് അവരുടെ ഓപ്പറേഷൻ നടത്തിക്കണം. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. ഓ, ഒരു നാണം കെട്ട ഏർപ്പാട്. എന്നാലും സാരമില്ല, ഞാൻ മന്ത്രിയെ വിളിച്ചോളാം. അല്ല, എന്താണോ കാര്യം? ആ സ്ത്രീ തനിക്ക് വേണ്ടപ്പെട്ട ആളാണോ? അങ്ങനെയൊന്നുമില്ല സാർ, അവരുടെ മകന് ഞാൻ വാക്കു കൊടുത്തു, അതാ കാര്യം. ആ, അങ്ങനെ പറ. തനിക്കല്ലേലും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് വാക്കുകൊടുക്കൽ കുറച്ച് കൂടുതലാണല്ലോ. ഇനിയെങ്കിലും അതൊക്കെ നിർത്തിക്കൂടെ കരൺ? എന്തു പറയാനാ സാർ, സാഹചര്യങ്ങൾ എന്നെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കുകയാ, അല്ലാതെ മനഃപൂർവ്വമല്ല. ഇതിൻ്റെ പേരിൽ സാർ എന്നെ കൈവെടിയരുത്. ഇല്ലടോ, ഞാനത് മന്ത്രിയെ വിളിച്ച് ശരിയാക്കിക്കോളാം. താൻ ധൈര്യമായിരി. താങ്ക് യു സാർ. ആ, പിന്നെ ആശുപത്രി വിവരങ്ങളും രോഗിയുടെ വിവരങ്ങളും താൻ എനിക്ക് അയച്ചതാ. ബാക്കി ഞാൻ നോക്കിക്കോളാം. താങ്ക് യു സാർ. ജയ് ഹിന്ദ്. കോൾ കട്ടാക്കി കരൺ തൻ്റെ ലോഡ്ജിലേക്ക് നടന്നു. അപ്പോഴും അയാളുടെ ചിന്ത സുനൈനയിൽ തന്നെയായിരുന്നു. മുറിയിലെത്തി ഗാഢമായ നിദ്രയിലായിരുന്നു അയാൾ. അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുന്നു. മുറിയിലെ അരണ്ട വെളിച്ചം എന്തോ ഭീതി പടർത്തുന്ന പോലെ. ജനൽവാതിൽ താനെ മെല്ലെ തുറന്നു. അതുവരെയില്ലാത്ത കുളിർക്കാറ്റ് ജനൽ വഴി ആ മുറിയിലൊട്ടാകെ അലതല്ലി. കരൺ! പതിഞ്ഞ ആൺശബ്ദത്തിൽ ഒരു വിളിയുതിർന്നു. വേക്കപ്പ് കരൺ! വീണ്ടും പതിഞ്ഞ ശബ്ദം. കരൺ! അലർച്ചയോടെയുള്ള ശബ്ദം കേട്ടതും കരൺ കണ്ണു തുറന്നു. അയാൾ ചുറ്റുമൊന്ന് വീക്ഷിച്ചു. കതകിൽ നോക്കി ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന് അയാൾ ഉറപ്പുവരുത്തി. ഇതാരാ ജനൽ തുറന്നു വച്ചത്? സംശയത്തോടെ ജനലിന്റെ അരികിൽ ചെന്ന്
ജനൽ കുറ്റിയിട്ട ശേഷം വീണ്ടും അയാൾ കട്ടിലിൽ വന്ന് കിടന്നു. നേരം കുറച്ചുകൂടി നീങ്ങി. കരൺ വീണ്ടും ഉറക്കത്തിലേക്ക് വീണു. കുളിർക്കാറ്റ് പിന്നെയും വന്നു. ജനൽവാതിൽ മെല്ലെ തനിയെ തുറന്നു. കരൺ! വീണ്ടും പതിഞ്ഞ സ്വരത്തിലാണ് ശബ്ദം. കിതപ്പോടുകൂടിയ മുരളൽ ആ മുറി അപ്പാടെ പടർന്നു. കരൺ! അലർച്ചയോടെ വീണ്ടും ശബ്ദം വന്നപ്പോൾ കരൺ ഞെട്ടി എഴുന്നേറ്റു. ഇപ്രാവശ്യം അയാൾ സ്വപ്നത്തിലല്ല എന്ന് തിരിച്ചറിയുകയായിരുന്നു. കട്ടിലിൽ നിന്നും കരൺ മെല്ലെ എഴുന്നേറ്റ് നിന്നു. ആരാ? ഈ മുറിയിൽ ആരാണുള്ളത്? ഒട്ടും ഭയമില്ലാതെ തന്നെ അയാൾ ചുറ്റും നോക്കി ചോദിച്ചു. ആ നിമിഷം കരണിന്റെ പിന്നിൽ ഒരു വെളുത്ത രൂപം ചിരിച്ചു നിൽപ്പുള്ള കാര്യം അയാൾ അറിയുന്നുണ്ടായിരുന്നില്ല. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കരൺ ചുറ്റും നോക്കി രണ്ടാമതും ചോദിച്ചു. ആ നിമിഷം അയാളുടെ ചെവിക്കരികിൽ ഒരു ചൂടൻ കാറ്റടിക്കുന്നത് പോലെ തോന്നി. അത് കാറ്റല്ലെന്നും ആരോ ശ്വാസം വിടുന്നതാണെന്നും തിരിച്ചറിഞ്ഞ കരൺ ഞെട്ടലോടെ അത് മനസ്സിലാക്കി. തൻ്റെ പിന്നിൽ ആരോ നിൽപ്പുണ്ട്. അല്പം പോലും അനങ്ങാതെ അയാൾ കണ്ണുകൾ രണ്ടും ചലിപ്പിച്ചു. അതെ, തൻ്റെ പിന്നിൽ ആരോ നിൽപ്പുണ്ട്. പക്ഷേ കരണിന് ഭയപ്പെടാൻ അതൊന്നും പോരായിരുന്നു. ആരായാലും എന്തായാലും എൻ്റെ പുറകിലല്ല നിൽക്കേണ്ടത്, മുന്നിലാണ്. ആ നിൽപ്പിൽ കരൺ പറഞ്ഞു. അത് കേട്ട മാത്രയിൽ ജനലിൻ്റെ അരികിലുള്ള വാട്ടർ ജഗ് താഴേക്ക് വീണു. അതൊരു നിമിത്തമാണെന്നും എന്താണ് ഇതിനർത്ഥമെന്നും കരൺ മനസ്സിലാക്കി. ശരി, എൻ്റെ മുന്നിൽ വരാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് എനിക്ക് മനസ്സിലായി. വേണ്ട, നിങ്ങൾക്ക് എൻ്റെ മുന്നിൽ വരണ്ട. എനിക്ക് നിങ്ങളുടെ നേർക്ക് തിരിയാമല്ലോ. മറുപടിക്കായി കരൺ കാത്തുനിന്നു. പക്ഷെ മറുപടി സൂചനയൊന്നും ആ മുറിയിൽ ഇല്ലാത്തതിനാൽ കരൺ സ്വമേധയാ തിരിഞ്ഞു നോക്കി. അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. സംശയത്തോടെ കരൺ ചുറ്റും വീക്ഷിച്ചു. ഇല്ല, ആരുമില്ല. അത്രയും നേരം ഉണ്ടായിരുന്ന അരണ്ട വെളിച്ചവും മുറിയിൽ നിന്നും അപ്രത്യക്ഷമായി. രാത്രിയുടെ കണ്ണ് കാണാൻ പറ്റാത്തത്ര ഇരുട്ടിൽ ആ മുറിയിൽ ഒരാളെ കാണുക എന്നത് അസാധ്യമാണ്. കരൺ നേരെ ചെന്ന് ലൈറ്റിന്റെ സ്വിച്ചിൽ തൊട്ടതും അത് ഓൺ തന്നെയാണെന്ന് അയാൾ മനസ്സിലാക്കി. പക്ഷേ ഫാൻ കറങ്ങുന്നുണ്ട്. ഇതെങ്ങനെ? ഇനി ബൾബ് ഫ്യൂസ് ആയതാണോ? തന്നോട് തന്നെ സംശയങ്ങൾ ചോദിച്ച കരണിന്റെ ക്ഷമ നശിച്ചു വരികയായിരുന്നു. മതി, നിർത്തി ഈ കളി. നിങ്ങൾ ആരാണ്, എന്താണെന്നൊന്നും എനിക്കറിയണ്ട. പക്ഷെ എനിക്കൊന്നും അറിയണം. എന്തിനാണ് എൻ്റെ പിന്നാലെ നിങ്ങൾ പിന്തുടരുന്നത്? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. മറുപടിക്കായി കാത്തുനിന്ന കരൺ കണ്ടത് ജനൽവാതിൽ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതാണ്. ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ഞാൻ ഭയപ്പെടുമെന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റി. ഇനിയെങ്കിലും പറയൂ, എന്തിനാണ് നിങ്ങൾ എന്നെ പിന്തുടരുന്നത്? ഇനി നിങ്ങളാണോ എൻ്റെ സ്വപ്നത്തിൽ വരുന്ന പെൺകുട്ടി? അത് കേട്ട മാത്രയിൽ ജനലിൻ്റെ വാതിൽ ശക്തിയായി അടയാനും തുറക്കാനും തുടങ്ങി. കൂട്ടത്തിൽ കാതടിപ്പിക്കുന്ന അലർച്ചയും. നോ, ഐ ആം നോട്ട്. എങ്കിൽ നിങ്ങൾ ആരാണ്? എന്തിനെൻ്റെ പുറകെ വരണം? മറുപടിക്കായി കരൺ കാത്തു നിന്നത് മിച്ചം. കുറച്ചു നേരത്തിൻ്റെ ഒടുവിൽ ബൾബ് ഓണായി. ആ മുറിയിൽ ആരുമില്ല. ജനൽ ശാന്തമായി, കാറ്റ് ശാന്തമായി. ഇത്രയും നേരം തന്നോട് സംസാരിച്ച ആ ഗോസ്റ്റ് മുറിയിൽ നിന്നും പോയി എന്ന് കരൺ മനസ്സിലാക്കി. ഇതപ്പോടെ അയാൾ കട്ടിലിൽ വന്നിരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ സ്വപ്നം കാണുന്ന പെൺകുട്ടിയല്ല ഇതെങ്കിൽ പിന്നെ ആരാണിത്? ഇനി പട്ടേൽ സാർ പറഞ്ഞതുപോലെ ഇവൾ പ്രേതമാണോ? അല്ല എന്നല്ലേ ഇപ്പോൾ എന്നോട് ഗോസ്റ്റ് പറഞ്ഞിട്ട് പോയത്? ശരിയായിരിക്കും, കാരണം ഞാൻ കേട്ടത് ഒരു ആണിൻ്റെ ശബ്ദമാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ സ്വപ്നം കാണുന്ന പെൺകുട്ടിയല്ല ഇപ്പോൾ വന്നുപോയത്. കരൺ തല പുകഞ്ഞ് ഒരുപാട് നേരം ആലോചിക്കുകയായിരുന്നു. അടുത്ത് കണ്ട മേശയ്ക്കരികിൽ അയാൾ വന്നിരുന്നു. കൂട്ടത്തിലൊരു പേനയും പേപ്പറും കയ്യിൽ കരുതി ഓരോന്ന് ആലോചിച്ച് എഴുതാൻ തുടങ്ങി. ഏതാണ്ട് ഒരു വർഷത്തോളം ആ പെൺകുട്ടി എൻ്റെ സ്വപ്നത്തിൽ വരാറുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഒരു ഗോസ്റ്റ് വന്ന് എന്നെ ശല്യപ്പെടുത്തിയിട്ടില്ല. കാരണം ഞാൻ കേരളത്തിലായിരുന്നില്ല. എന്തിനേറെ പറയുന്നു, ഇന്ത്യയിൽ പോലും ആയിരുന്നില്ല. ഇപ്പോൾ കുറച്ചു മുമ്പ് വന്ന ആ ഗോസ്റ്റിൻ്റെ ആവശ്യമായിരിക്കും ഞാൻ കേരളത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത്. ഗോസ്റ്റും ആ പെൺകുട്ടിയും രണ്ടും രണ്ടാളാണെന്ന് മനസ്സിലാക്കാം. കേരളത്തിൽ ഞാൻ എത്തേണ്ടത് ഗോസ്റ്റിൻ്റെ ആവശ്യമാണ്. അതേപോലെ അവളെ എൻ്റെ സ്വപ്നത്തിൽ അയച്ചതും ഗോസ്റ്റിൻ്റെ ആവശ്യം തന്നെ. അതായത് ഞാനും ആ പെൺകുട്ടിയും തമ്മിലല്ല ബന്ധം, അത് ഞാനും ഗോസ്റ്റും തമ്മിലാണ്. എങ്കിൽ ആ ഗോസ്റ്റ് ആരാണ്? ഇത്രയും നാൾ എന്നെ ശല്യപ്പെടുത്താതിരുന്ന ഗോസ്റ്റ് എന്തിനിപ്പോൾ എന്നെ ശല്യപ്പെടുത്താൻ വന്നു? കസാരയിൽ കണ്ണടച്ച് ചാരിയിരുന്ന കരൺ ആലോചിക്കാൻ തുടങ്ങി. എന്തായിരിക്കും ഈ ഗോസ്റ്റിന് എന്നോട് പറയാനുള്ളത്? എന്തിനാണിതിപ്പോൾ എന്നെ വന്ന് ശല്യപ്പെടുത്തിയത്? കുറേ നേരം കരൺ തിരിച്ചും മറിച്ചും ആലോചിച്ചു. ഏറെ നേരത്തെ തലച്ചോർ പ്രവർത്തനം മൂലം അയാളുടെ തലയിൽ ബൾബുദിച്ചു. യെസ്, ഇസ് സുനൈന. അതെ, അവൾ തന്നെ. കുറച്ചു മണിക്കൂർ മുമ്പ് നടന്ന കാര്യങ്ങൾ കരൺ ആലോചിക്കാൻ തുടങ്ങി. മാർജിൻ ഫ്രീ മാർക്കറ്റ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവളെ ബന്ദിയാക്കി നിർത്തിയിരിക്കുകയായിരുന്നു. കുറച്ചു നേരത്തെ പരിശ്രമത്തിൻ്റെ ഒടുവിൽ അവളെ ഞാൻ രക്ഷിച്ചു. ശേഷം പോലീസ് എത്തി. അത് കഴിഞ്ഞ് ഞാൻ അവളുടെ പേരും വിലാസവും ചോദിച്ചറിഞ്ഞു. അവൾ സുനൈനയാണെന്നും ആലുവയിലാണ് താമസമെന്നും പറഞ്ഞ് അകത്ത് കയറി പർദ്ദയും ധരിച്ച് പുറത്തേക്ക് പോയി. എന്തുകൊണ്ട് അവൾ എൻ്റെ പേര് ചോദിച്ചില്ല? ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചറിഞ്ഞില്ല. സാധാരണഗതിയിൽ സ്വന്തം ജീവൻ രക്ഷിച്ച ആളോട് അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ചോദിക്കില്ലേ? അപ്പോൾ അങ്ങനെയൊന്നും എന്നോട് അവൾ ചോദിക്കാത്തതിൽ ഒരു കാരണമുണ്ട്. കരൺ വീണ്ടും തല പുകഞ്ഞു. യെസ്, കാരണം അവൾ നല്ല ധൃതിയിലായിരുന്നു. അതൊരിക്കലും ആലുവയിൽ എത്താനായിരുന്നില്ല. മറ്റെന്തോ തിരക്കുണ്ടായിരുന്നു അവൾക്ക്. അതെ, അവൾ ആരെയൊക്കെയോ ഭയപ്പെടുന്നുണ്ട്. ചിലപ്പോൾ ഈ എന്നെപ്പോലും. തൻ്റെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും സ്വയം ഉത്തരം കണ്ടെത്തുകയായിരുന്നു കരൺ. പിറ്റേന്ന് കരൺ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. എസ് ഐ റൂം. ഇരിക്കൂ. ആ പെൺകുട്ടി എവിടെ? എസ് ഐ കരണിനോട് ചോദിച്ചു.
അറിയില്ല സാർ, ഞാൻ ഇന്നലെ ആദ്യമായാണ് അവളെ കാണുന്നത് തന്നെ. സാരമില്ല, അവൾ വന്നോളും. അതിനു മുമ്പ് എനിക്ക് ചിലത് തന്നോട് ചോദിച്ചറിയാനുണ്ട്. ഞാൻ തന്നെ എവിടെ വെച്ചോ കണ്ട് നല്ല പരിചയമുള്ളതുപോലെ, പക്ഷെ എത്ര ആലോചിച്ചിട്ടും എനിക്കത് കിട്ടുന്നില്ല. താൻ എന്ത് ചെയ്യുക? കരൺ ആദ്യമൊന്ന് സംശയിച്ചു. ശേഷം SIക്ക് മറുപടി കൊടുത്തു. എന്നെ സാറ് കാണാൻ വഴിയില്ല. ഞാൻ മുംബൈയിലാണ് താമസം. ഇടയ്ക്ക് കേരളത്തിൽ വന്നു പോകുന്നു എന്ന് മാത്രം. മുംബൈയിൽ താൻ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ സ്പൈസിൻ്റെ ബിസിനസ്സുമായി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ കുരുമുളകും ഏലവും ചരക്കെടുക്കാൻ ഞാൻ വരാറുണ്ട്. എന്തു പറ്റി സാർ? നത്തിങ്. ഇന്നലത്തെ തൻ്റെ പെർഫോമൻസ് വീഡിയോ കണ്ടിട്ട് താനൊരു ബിസിനസ്സുകാരനായി എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ചോദിച്ചതാ. മാർജിൻ ഫ്രീ മാർക്കറ്റിൽ നിന്നും ലഭിച്ച CCTV ക്ലിപ്പ് SI കരണിന് കാണിച്ചു കൊടുത്തു. എതിരാളിയെ അതിവിദഗ്ധമായി നേരിടുന്ന കരൺ SIയുടെ സംശയത്തിലായിരുന്നു. ഇതിലത്ര സംശയിക്കാനൊന്നുമില്ല സാർ. എനിക്ക് കുറച്ച് കളരി പ്രയോഗങ്ങൾ അറിയാം. ആവശ്യം വന്നപ്പോൾ ഞാനത് പ്രയോഗിച്ചു എന്നേ ഉള്ളൂ. ശരിക്കും എന്താണ് ഷോപ്പിനകത്ത് സംഭവിച്ചത്? ഞാൻ പറയാം സാർ. കരൺ ആ കാര്യങ്ങളൊക്കെ വള്ളിപുള്ളി തെറ്റാതെ SIക്ക് വിവരിച്ചു കൊടുത്തു. അപ്പോൾ ഇതാണ് അവിടെ നടന്നതല്ലേ? യെസ് സാർ. പിന്നെ താനെന്തിനാ അയാൾക്ക് അന്നേരം വാക്ക് കൊടുത്തത്? എന്തു വാക്കാണ് സാർ? അയാളുടെ അമ്മയെ താൻ രക്ഷിക്കാമെന്നും ഓപ്പറേഷൻ നടത്താമെന്നും വാക്ക് കൊടുത്തത്? അതോ? അത് ഞാൻ ചുമ്മാ അയാളെ സമാധാനിപ്പിക്കാൻ പറഞ്ഞതല്ലേ സാർ? ആയിരിക്കാം. ബട്ട് എവിടെയോ എന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലോ കരൺ. എന്തു പറ്റി സാർ? അല്ല, ഇന്ന് ഞാൻ ആ ആശുപത്രിയിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അയാളുടെ അമ്മയെ ഓപ്പറേഷൻ ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. ആര് വന്ന് പണം കിട്ടിയെന്ന് അന്വേഷിച്ചപ്പോൾ കേന്ദ്രമന്ത്രി അരുൺ സായിയുടെ റിക്വസ്റ്റാണെന്നും അറിയാൻ സാധിച്ചു. ഒറ്റ രാത്രി കൊണ്ടൊരു കേന്ദ്രമന്ത്രിയെ കൊണ്ട് ആശുപത്രിയിൽ വിളിപ്പിക്കാൻ തക്ക ശേഷിയുള്ള ആരോ ഒരാൾ ഇവൻ്റെ പിന്നിലുണ്ടെന്ന് വേണ്ടേ ഞാൻ മനസ്സിലാക്കാൻ? ഇവനാണെങ്കിൽ അങ്ങനെ ഒരാളെ അറിയില്ലെന്നും അറിയാമായിരുന്നേൽ ഈ പണിക്ക് നിൽക്കുമോ എന്നുമൊക്കെയാണ് പറയുന്നത്. എന്നാലും ആരായിരിക്കും അത്? ബിസിനസ്സുകാരനായ താങ്കളെ കൊണ്ടത് പറ്റില്ലെന്ന് എനിക്കറിയാം. എന്നാലും സാർ ഇതൊക്കെ എന്തിനാ സാർ എന്നോട് പറയുന്നത്? ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. സാധാരണ ആദ്യമേ ചോദിക്കേണ്ടതാണ്. എന്താണ് നിങ്ങളുടെ പേര്? കൃഷ്ണ. അതാണ് സാർ എൻ്റെ പേര്. ഒരു മുരളൽ കൊടുത്ത് SI കരണിനെ അടിമുടി ഒന്ന് നോക്കി. എന്ത് പറ്റി സാർ? നത്തിങ്. ഇത്ര നേരമായിട്ട് ആ പെൺകുട്ടി വന്നില്ലല്ലോ കൃഷ്ണ. അപ്പോഴാണ് കരണിന് സുനൈനയുടെ കാര്യം ഓർമ്മ വന്നത്. അതെ, ഇത്ര നേരമായും അവൾ വന്നിട്ടില്ല. കരൺ എന്തൊക്കെയോ ആലോചിക്കാൻ തുടങ്ങി. എന്തു പറ്റി കൃഷ്ണ? ഒരു ടെൻഷൻ പോലെ. ഒന്നുമില്ല സാർ. സാർ, ഞാനെന്ന് ഇറങ്ങിക്കോട്ടെ? പോയിക്കോ. പക്ഷെ താൻ മുംബൈക്ക് പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഇവിടെ വരണം. ശരി സാർ. കരൺ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു. ആ സമയം SI ക്രൂരമായൊരു ചിരി പാസാക്കി. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ്, അതായത് തലേന്ന് രാത്രി, മാർജിൻ ഫ്രീ മാർക്കറ്റിൽ നിന്നും സുനൈനയെ ബന്ദിയാക്കിയവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ SIക്ക് സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ ഒരു മെസ്സേജ് വന്നു. ആ മെസ്സേജ് സുനൈനയുടെ ഫോട്ടോയായിരുന്നു. അതിനിടയിൽ ഇങ്ങനെ ഒരു കുറിപ്പും. ഇവളെ കണ്ടെത്തി എനിക്ക് കൈമാറിയാൽ തനിക്ക് വേണ്ട പ്രതിഫലം ലഭിക്കുന്നതാണ്. വണ്ടി തിരിയടോ. മെസ്സേജ് കണ്ട SI ഡ്രൈവറോട് അലറി. മിന്നൽ വേഗതയിൽ മാർജിൻ ഫ്രീ മാർക്കറ്റിലേക്ക് ജീപ്പ് പാഞ്ഞു. അവിടെ തിരിച്ചെത്തിയ അയാൾ ഷോപ്പിൽ അവളില്ല എന്ന് തിരിച്ചറിയുകയായിരുന്നു. ജീപ്പിൽ കൈകൊണ്ടടിച്ച അയാൾ മുകളിൽ നോക്കി അലറി. പ്രസന്റ് ടൈം. സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയ കരണിന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ തിങ്ങി നിറയുകയായിരുന്നു. എന്തായിരിക്കും അവളിവിടെ വരാതിരിക്കാനുള്ള കാരണം? സമയം കളയാതെ കരൺ ആ മാർജിൻ ഫ്രീയിലേക്ക് പാഞ്ഞു. പക്ഷേ സുനൈന അവിടെ ഇല്ലായിരുന്നു. മറ്റൊരു സ്റ്റാഫിനോട് കാര്യം തിരക്കിയ കരൺ അല്പമൊന്നും ഞെട്ടുകയായിരുന്നു. കാരണം സുനൈന ഇന്നു മുതൽ ജോലിക്ക് വരുന്നില്ല എന്നായിരുന്നു. നിരാശയോടെ അയാളെ ഷോപ്പിൽ നിന്നും ഇറങ്ങി. ഇതെന്തൊക്കെയായി നടക്കുന്നേ? കരണിന് വട്ടുപിടിക്കുന്ന പോലെ തോന്നി. പതിയെ അയാൾ തൻ്റെ ലോഡ്ജ് ലക്ഷ്യമാക്കി. മുറി തുറന്ന് അകത്ത് കയറി അയാൾ ചുറ്റുമൊന്ന് നോക്കി അലറി. ശരി, നിങ്ങൾ ആരാണെങ്കിലും പറയൂ. എന്തൊക്കെയാണ് എനിക്ക് ചുറ്റും നടക്കുന്നത്? ആരാണ് ഈ സുനൈന? ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്? കോപത്തോടെയുള്ള കരണിൻ്റെ അലറലിൽ അല്പനേരത്തേക്ക് മറുപടി ഒന്നും വന്നില്ല. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ വലിയൊരു ശബ്ദത്തോടെ ആ മുറിയിലെ കതക് തനിയെ അടഞ്ഞു. അതിൽ നിന്നും ആ ഗോസ്റ്റ് അകത്ത് പ്രവേശിച്ചെന്ന് അയാൾ മനസ്സിലാക്കി. പറയൂ, ആരാണ് സുനൈന? എന്തിനാണ് അവൾ ഒളിച്ചു കളിക്കുന്നത്? അവൾ എന്തിനെൻ്റെ സ്വപ്നങ്ങളിൽ വരണം? മറുപടിക്കായി കാത്തു നിന്ന കരണിനെ ഞെട്ടിച്ചുകൊണ്ടാണ് അതുണ്ടായത്. തൊട്ടടുത്ത ചുമരിൽ എന്തൊക്കെയോ എഴുതുന്നു, അതും ചോര കൊണ്ട്. കരൺ ആ എഴുത്തു വായിച്ചു. ഷീ ഈസ് നോട്ട് സുനൈന. സുനൈന അല്ലെങ്കിൽ പിന്നെ ആരാണ്? കരൺ ചോദിച്ചു. വീണ്ടും അത് ചുമരിലെഴുതി. ഹെർ നെയിം ഈസ് അശ്വിനി. അശ്വിനി? ആകാംക്ഷയോടെ കരൺ തന്നോട് തന്നെ ചോദിച്ചു. വീണ്ടും അത് ചുമരിൽ എഴുതാൻ തുടങ്ങി. ഫൈൻഡ് ഹെർ ആൻഡ് സേവ് ഹെർ ബിക്കോസ് ഹെർ ലൈഫ് ഈസ് ഇൻ എ ഡേഞ്ചർ. ഡേഞ്ചർ? സംശയത്തോടെ കരൺ ചോദിച്ചു. യെസ്, സേവ് അശ്വിനി. എന്താണ് അവൾക്ക് സംഭവിക്കാൻ പോകുന്നത്? കരണിൻ്റെ ചോദ്യത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല. ഹലോ, പറയൂ, എന്താണ് അവൾക്ക് സംഭവിക്കാൻ പോകുന്നത്? വീണ്ടും മറുപടി ഇല്ലാതായപ്പോൾ ഗോസ്റ്റ് മുറിയിൽ നിന്നും പോയി എന്ന് കരൺ മനസ്സിലാക്കി. ചുമരിൽ എഴുത്ത് അയാൾ വീണ്ടും വീണ്ടും വായിച്ചു. അവളുടെ ജീവൻ അപകടത്തിലാണെന്ന് അവൾക്കറിയാമായിരിക്കും. അതുകൊണ്ടാണ് അവൾ എന്നോട് പേര് മാറ്റി പറഞ്ഞതും പിറ്റേന്ന് സ്ഥലം കാലിയാക്കിയതും. അശ്വിനി എന്ന സുനൈന, നീ എവിടെ പോയി വിളിച്ചാലും ഞാൻ നിന്നെ കണ്ടെത്തും. ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ നിന്നിൽ നിന്ന് തന്നെ ഞാൻ അറിയുകയും ചെയ്യും.
കാത്തിരുന്നോ നീ എൻ്റെ വരവിനായി. ഇതേ സമയം പോലീസ് സ്റ്റേഷനിൽ SI അശ്വിനിയുടെ ഫോട്ടോ നോക്കുകയായിരുന്നു. എടി പെണ്ണേ, ഇന്നലെ നീ എൻ്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയി. സാരമില്ല, നീ എവിടെ പോയി വിളിച്ചാലും ഈ SI ചന്ദ്രചൂഡൻ നിന്നെ പൊക്കിക്കോളാം. ഒരു വശത്ത് കരണും മറുവശത്ത് ചന്ദ്രചൂഡനും. അന്നു മുതൽ കരൺ തൻ്റെ അന്വേഷണവുമായി ഇറങ്ങി. ആദ്യപടി മാർജിൻ ഫ്രീ മാർക്കറ്റിൽ നിന്നും തന്നെ തുടങ്ങി. സൗഹൃദ സംഭാഷണത്തിലൂടെ അയാൾ അവിടെയുള്ള മറ്റ് സ്റ്റാഫുകളോട് അശ്വിനിയെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. അശ്വിനി എന്ന നാമത്തിലായിരുന്നില്ല കരണിൻ്റെ അന്വേഷണം, മറിച്ച് സുനൈന എന്ന പേരിൽ തന്നെ അയാൾ അന്വേഷിച്ചു. സ്റ്റാഫുകളിൽ നിന്നും ഏതാനും കാര്യങ്ങൾ മാത്രമേ കരണിന് ലഭിച്ചുള്ളൂ. സുനൈന ആരാണെന്നോ എന്താണെന്നോ അവർക്കറിയില്ല എന്നുള്ളത് വളരെ അത്ഭുതകരമായിരുന്നു. ആരോടും വലിയ അടുപ്പം പുലർത്താതിരുന്ന അവൾ സദാസമയം എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുന്നത് പതിവായിരുന്നു. ചില നേരം ബാത്റൂമിനടുത്തുള്ള വാഷ് ബേസിനരികിൽ വന്ന് നിന്ന് കരയുന്നത് കാണാം. കാര്യം എന്താണെന്ന് അന്വേഷിച്ചാൽ ഒരു നേർത്ത പുഞ്ചിരി നൽകി ചോദ്യങ്ങൾക്കൊക്കെ തെന്നിക്കളിച്ചു മാറും. ആരാ സുനൈനയ്ക്ക് ഇവിടെ ജോലി കൊടുത്തത്? കരണിൻ്റെ ചോദ്യത്തിന് അവർ മറുപടി പറഞ്ഞത് രേണുകയുടെ പേരായിരുന്നു. ഷോപ്പിലെ മുതലാളിയുടെ മകളാണ് രേണുക. ഈ രേണുകയെ എനിക്കൊന്ന് കാണാൻ സാധിക്കുമോ? കരൺ ചോദിച്ചു. കടവന്ത്രയിലാണ് രേണുകയുടെ വീട്. അവിടെ ചെന്നാൽ ചിലപ്പോൾ കാണാൻ സാധിക്കും. ഞാൻ ഈ രേണുകയെ കണ്ടിട്ടില്ല. നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ ആ കുട്ടിയുടെ ഫോട്ടോ വല്ലതുമുണ്ടോ? ആ ഉണ്ട്. കൂട്ടത്തിലൊരു സ്റ്റാഫ് തൻ്റെ ഫോണിൽ നിന്നും ഒരു ഫോട്ടോ കരണ് കാണിച്ചു കൊടുത്തു. അതൊരു ഗ്രൂപ്പ് സെൽഫി ഫോട്ടോയായിരുന്നു. ആ ഗ്രൂപ്പിൽ രേണുകയോടൊപ്പം അശ്വിനിയും ഉണ്ടായിരുന്നു. വളരെ നന്ദിയുണ്ട്. കരൺ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയതും കൂട്ടത്തിലൊരു സ്റ്റാഫ് അയാളെ വിളിച്ചു. അതേ, ഈ സുനൈനയിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം സാർ അവളെ രക്ഷിച്ചതുകൊണ്ട് സാറിനോട് ഞാനത് പറയാം. എന്താന്നർത്ഥത്തിൽ കരൺ പുരികം പൊക്കി. അത് മറ്റൊന്നുമല്ല, ഇവിടെ വരാറുള്ള കസ്റ്റമേഴ്സുമായി സുനൈന അങ്ങനെ സംസാരിക്കാറോ അവർക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചറിയാനോ നിൽക്കില്ല. എപ്പോഴും ഒഴിഞ്ഞു മാറിക്കളിയാണ് അവൾ. എന്തിനധികം പറയുന്നു സാർ, ഈ ഷോപ്പിലെ ക്യാമറയുടെ മുന്നിൽ പോലും അവൾക്ക് വരാൻ എന്തോ ഭയമുള്ളതുപോലെയാ. അഥവാ ക്യാമറയ്ക്ക് മുന്നിൽ അവൾക്ക് വരേണ്ട അവസ്ഥയുണ്ടെങ്കിൽ അവളുടെ മുഖം കൈകൊണ്ട് ഇതുപോലെ പൊത്തിപ്പിടിക്കും. എന്നിട്ട് ഈ വിവരം നിങ്ങൾ രേണുകയോട് പറഞ്ഞില്ലേ? പറഞ്ഞതാണ് സാർ. പക്ഷെ ആ കൊച്ചു പറഞ്ഞത് സുനൈന അങ്ങനെയൊക്കെ കാണിക്കുന്നത് ആദ്യമായതുകൊണ്ടാവുമെന്നാണ്. ഈ സുനൈന ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഏതാണ്ട് ഒരു 9 മാസത്തിലധികമായി സാർ. ഈ 9 മാസവും സുനൈന ഇങ്ങനെയൊക്കെ തന്നെയാണോ പെരുമാറുന്നത്? അതെ സാർ. കരൺ എന്തൊക്കെയോ ആലോചിക്കാൻ തുടങ്ങി. സാർ, ശരിക്കും സാർ ആരാണ്? എന്താണ് സാറിൻ്റെ പേര്? ഓ സോറി, ഞാനത് പറയാൻ വിട്ടുപോയി. മാധവ്, അതാണ് എൻ്റെ പേര്. ഞാൻ ഇവിടെ അടുത്തൊരു ടെലികോം കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അന്ന് ഞാനാണല്ലോ ആ പെൺകുട്ടിയെ രക്ഷിച്ചത്. പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിലും ആ കുട്ടി വന്നില്ല. അതെന്താണെന്നറിയാൻ വന്നതാ ഞാൻ. ഇവിടെ എത്തിയപ്പോൾ അവൾ ജോലി നിർത്തിപ്പോയി എന്നാണ് അറിയാൻ സാധിച്ചത്. എങ്കിൽ ശരി, ഞാനൊന്ന് പോട്ടെ, ഓഫീസിൽ അല്പം തിരക്കുണ്ട്. ശരി സാർ. കരൺ അവിടെ നിന്നും ഇറങ്ങി. കരൺ പുറത്തിറങ്ങി പോകുന്നത് 2 കണ്ണുകൾ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. SI ചന്ദ്രചൂഡനായിരുന്നു അത്. പോകുന്ന വഴി ഓരോ കാര്യങ്ങൾ കരൺ ചിന്തിക്കാൻ തുടങ്ങി. ഭയം മൂലമാണ് അശ്വിനി കസ്റ്റമേഴ്സിനോട് അധികം ഇടപഴകാത്തതെന്ന് ഊഹിക്കാം. തനിക്ക് മുന്നിലുള്ളത് ശത്രുവാണോ മിത്രമാണോ എന്ന് അവൾക്ക് അറിയില്ലല്ലോ. ഷോപ്പിലെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നും അവൾ തെന്നിക്കളിക്കുന്നത് ഇതേ കാരണം കൊണ്ട് തന്നെ കരൺ കടവന്തറ ലക്ഷ്യമാക്കി. ഇതേസമയം ചന്ദ്രചൂഡനും കരണിനെ സംശയിക്കുകയായിരുന്നു. എന്തായിരിക്കും ഇവൻ മാർജിൻ ഫ്രീയിലെ മറ്റ് സ്റ്റാഫുകളോട് സംസാരിച്ചത്? ഇനി ഈ പെൺകുട്ടി ഇവനും പിന്തുടരുകയാണോ? ചിലപ്പോൾ ഇവനെ പൊക്കിയാൽ അവളിലേക്ക് എനിക്കെത്താം. അത് മനസ്സിലുറപ്പിച്ച് ചന്ദ്രചൂഡൻ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. തൈക്കുടം ഗ്യാരേജിലേക്കായിരുന്നു ചന്ദ്രചൂഡൻ്റെ ജീപ്പ് വന്നു നിന്നത്. ഗ്യാരേജിനകത്ത് കയറി ചന്ദ്രചൂഡൻ ചുറ്റും നോക്കി. വലിയ ശബ്ദത്തോടെ ആ പേര് വിളിച്ചു. ജഫാ! ഗ്യാരേജിൻ്റെ തട്ടുംപുറത്ത് നിന്നും ഒരു രൂപം ഇറങ്ങി വന്നു. അമാനുഷിക വലിപ്പമുള്ള ഒരാൾ. എന്താ സാർ ഈ വഴിക്ക്? ചോദ്യം ചോദിച്ച അയാൾ കോണിപ്പടി ഇറങ്ങി വന്നു. എടോ ജഫാ, താൻ എന്നെ ഒന്ന് സഹായിക്കണം, ചന്ദ്രചൂഡൻ അപേക്ഷിച്ചു. എന്തു പറ്റി സാർ? പുതിയ കോള് വല്ലതും ഒത്തു വന്നോ? അതേടോ, ഇത്തിരി ചിക്കിലി കയ്യിൽ തടയുന്ന കേസാ. അൺഒഫീഷ്യലായതുകൊണ്ട് എനിക്ക് തൻ്റെ സഹായം വേണം. ഒരാളെ താൻ എനിക്ക് പിടിച്ചു തരണം. ജീവനോടെ വേണോ അല്ലാതെ വേണോ? എങ്ങനെയായാലും കുഴപ്പമില്ല. പക്ഷേ ആളെൻ്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ സംസാരിക്കാനുള്ള ശേഷിയെങ്കിലും ഉണ്ടാവണം. എനിക്ക് ചിലത് ചോദിച്ചറിയാനാണ്. എങ്കിൽ സാർ വാ, നമുക്കൊരിടം വരെ പോകാം. ജഫ ചന്ദ്രചൂഡനെയും കൊണ്ട് മറ്റൊരു വണ്ടിയിൽ കയറി വേറൊരിടത്തേക്ക് പോയി. ഇടിഞ്ഞു വീഴാറായ ഒരു ബിൽഡിങ്ങിന് മുന്നിൽ അവരുടെ വണ്ടി വന്നു നിന്നു. ആളൊഴിഞ്ഞ ആ സ്ഥലത്ത് ഈ ബിൽഡിംഗ് അല്ലാതെ ചുറ്റിന് പേരിന് പോലും ഒരു വീടില്ലായിരുന്നു. സാർ വരൂ. ജഫ ചന്ദ്രചൂഡനെ അകത്തേക്ക് ക്ഷണിച്ചു. 6ഓളം ചെറുപ്പക്കാർ അവർക്ക് മുന്നിലുള്ള ഒരു കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ ചെയ്യുന്നതാണ് ചന്ദ്രചൂഡൻ ആദ്യം കണ്ടത്. ഇവരൊക്കെ എൻ്റെ ജോലിക്കാരാണ്. ഹാക്ക് ചെയ്യാനും മറ്റു വിദഗ്ധരാണിവർ. ചന്ദ്രചൂഡൻ അവർ ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കി. വന്നത് ആരാണെന്ന് പോലും നോക്കാതെ സ്വന്തം ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു അവർ. ജഫ തുടർന്നു. ഇവർ ഈ അടുത്ത് ഒരു സംഗതി വികസിപ്പിച്ചെടുത്തു. ഞാനത് സാറിന് കാണിച്ചു തരാം. അത്രയും പറഞ്ഞ് ജഫ അകത്തെ മുറിയിലേക്ക് പോയി. എന്തായിരിക്കുമെന്ന ആകാംക്ഷയോടെ ചന്ദ്രചൂഡൻ ജഫയുടെ വരവും കാത്ത് നിൽപ്പ് തുടർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഡ്രോൺ വായുവിൽ പറന്നു വരുന്നത് ചന്ദ്രചൂഡൻ കണ്ടു. അത് തൻ്റെ അടുത്തേക്ക് വരുന്നു. അല്പം ഭയത്തോടെ അയാൾ ഡ്രോണിൽ തന്നെ നോക്കി നിന്നു. സാറ് പേടിക്കണ്ട, ഇവന്മാർ വികസിപ്പിച്ചെടുത്ത ഐറ്റം തന്നെയാ. ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്തു വരുന്ന ജഫ പറഞ്ഞു. ഏത്? ഇതാണ് ഇവന്മാർ കണ്ടുപിടിച്ച് ഇത്ര വലിയ സാധനം?
എടോ മാർക്കറ്റിൽ പോയാൽ ഇതിലും നല്ല ഡ്രോൺ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. പിന്നെയാ തൻ്റെ തുക്കട ഡ്രോൺ. ജഫ വീണ്ടും മട്ടഹസിച്ചു. അതിനിത് സാധാരണ ഡ്രോണാണെന്ന് ആരാ സാറിനോട് പറഞ്ഞേ? അല്ലാതെ പിന്നെ ഇതിലെന്താ ഇത്ര പ്രത്യേകത? വല്ല ബോംബ് ഇതിൽ പിടിപ്പിച്ചിട്ടുണ്ടോ? അല്പം അരിശത്തോടെ ചന്ദ്രചൂഡൻ ചോദിച്ചു. യെസ് സാർ, യു ആർ റൈറ്റ്. ഞെട്ടലോടെ ചന്ദ്രചൂഡൻ ജഫയുടെ മുഖത്തേക്ക് നോക്കി. സാറിങ് വന്നേ. ഇരുവരും പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ജഫ തൻ്റെ ഫോണ് ചന്ദ്രചൂഡന് കാണിച്ചു കൊടുത്തു. സാർ, എൻ്റെ ഈ മൊബൈലിലൂടെ ഈ ഡ്രോൺ നിയന്ത്രിക്കാൻ സാധിക്കും. മാത്രമല്ല ഡ്രോണിൻ്റെ ലൊക്കേഷനും എനിക്ക് കാണാൻ സാധിക്കും. ഏകദേശം 2 കിലോമീറ്റർ വ്യത്യാസത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ, എന്താണോ എൻ്റെ എയിം അത് ഈ ഡ്രോണിൽ എൻ്റെ ഫോണിൽ വഴി രേഖപ്പെടുത്തിയാൽ ആ എയിമിലേക്ക് ഇവൻ ചെന്നിടിച്ച് ബോംബിൻ്റെ സഹായത്തോടെ പൊട്ടിത്തെറിക്കും. സാറിന് ഞാനിത് ആദ്യം ഒന്ന് കാണിച്ചു തരാം. അയാൾ തൻ്റെ ഫോൺ വഴി ഡ്രോൺ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. കുറച്ചു മാറിയുള്ളൊരു കരിങ്കല്ല് ടാർഗറ്റ് ചെയ്ത് ഫോൺ വഴി അത് ഡ്രോണിലേക്ക് നിർദ്ദേശിച്ചു. സെക്കൻഡിനുള്ളിൽ ആ ഡ്രോൺ കരിങ്കല്ലിലേക്ക് പാഞ്ഞടിച്ച് സാമാന്യം വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. ഡ്രോണും കരിങ്കല്ലും പൊടിഞ്ഞു പോകുന്ന കാഴ്ച ഉന്തിയ കണ്ണുകളോടെ നോക്കി നിൽക്കുകയായിരുന്നു ചന്ദ്രചൂഡൻ. എപ്പടി ഇருக்கு സാർ നമ്മ ഐറ്റം? പുഞ്ചിരിയോടെ ജഫ ചന്ദ്രചൂഡനെ നോക്കി. കലക്കി മോനെ, സംഭവം തകർത്തു. പക്ഷെ ഈ സൈസ് പൊട്ടിത്തെറിയിൽ ആള് ചിതറിപ്പോവില്ലടോ. ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ എനിക്ക് ആ ആളെ ജീവനോടെ വേണം. അതോർത്ത് സാറ് ഭയപ്പെടേണ്ട. ബോംബിന്റെ വീര്യം കുറച്ചാൽ മതി. എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിൽ ആളെ മുറിവേൽപ്പിച്ചാൽ പോരെ? അത് മതി. പക്ഷെ ഇതിനധികം ചെലവ് വരില്ലേ ജഫ? വരും, തീർച്ചയായും വരും. പക്ഷെ സാറ് ഭയപ്പെടേണ്ട. ഇത് പരീക്ഷിക്കാൻ പറ്റിയൊരു സാഹചര്യം കിട്ടാതിരിക്കുകയായിരുന്നു ഞാൻ. അതുകൊണ്ട് ഈ സംഗതി സാറിന് ഞാൻ ഫ്രീ ആയി ചെയ്തു തരാം. എനിക്കൊരു പ്രാക്ടീസുമായാലോ? സാർ ചെയ്യേണ്ടത് ഇത്ര മാത്രം. സ്ഥിരം എനിക്ക് തരാറുള്ള തുക മാത്രം സാറ് തന്നാൽ മതി. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ചന്ദ്രചൂഡൻ്റെ തോളിൽ തട്ടി ജഫ പറഞ്ഞു. ഇതാണ് ആളുടെ ഫോട്ടോ. ചന്ദ്രചൂഡൻ കാണിച്ചു കൊടുത്തത് മാർജിൻ ഫ്രീയിൽ നിന്നും ഇറങ്ങി വരുന്ന കരണിൻ്റെ ഫോട്ടോ ആയിരുന്നു. ഇവനെയാണ് എനിക്ക് കിട്ടേണ്ടത്. ഇവനിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയേണ്ടതുണ്ട്. ജഫ ആ ഫോട്ടോയിൽ തന്നെ ഉറ്റുനോക്കി. പേടിക്കേണ്ട സാർ, എത്രയും പെട്ടെന്ന് ഇവൻ സാറിൻ്റെ മുന്നിലെത്തും. അത്രയും പറഞ്ഞ് ഒരു തരം കൊലച്ചിരി പടർത്തുകയായിരുന്നു ജഫ. ഇതേ സമയം മറ്റൊരിടത്ത് കടവന്തറയിലെ അഡ്രസ്സ് കിട്ടിയത് പ്രകാരം കരൺ രേണുകയുടെ വീടിൻ്റെ മുന്നിൽ കാത്തു നിൽക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗേറ്റ് തുറന്ന് ആക്റ്റീവയിൽ പുറത്തേക്ക് വരുന്ന രേണുകയെ അയാൾക്ക് കാണാൻ സാധിച്ചു. ഹായ് രേണുക. പിന്നിലെ വിളി കേട്ട് രേണുക വണ്ടി നിർത്തി തിരിഞ്ഞു നോക്കി. കരണായിരുന്നു അത്. ആളെ മനസ്സിലാവാതെ രേണുക സംശയത്തോടെ കരണിനെ നോക്കി. എന്നെ മനസ്സിലായോ? ചോദ്യത്തോടെ കരൺ രേണുകയുടെ അടുത്തെത്തി. ഇല്ല. എനിക്കങ്ങോട്ട്. രേണുക തൻ്റെ സംശയം പ്രകടിപ്പിച്ചു. രേണുകയ്ക്ക് എന്നെ അറിയാൻ വഴിയില്ല. കാരണം നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ട് പോലുമില്ല. പക്ഷെ ഒരാളെ രേണുകയ്ക്ക് അറിയാം, സുനൈന എന്ന അശ്വിനിയെ. രേണുകയുടെ ഭാവം മാറുന്നത് കരൺ ശ്രദ്ധിച്ചു. അയാൾ തുടർന്നു. രേണുകയുടെ അച്ഛൻ്റെ ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന അശ്വിനിയെക്കുറിച്ചാണ് എനിക്കറിയേണ്ടത്. രേണുകയാണ് ആ പെൺകുട്ടിക്ക് അവിടെ ജോബ് വാങ്ങിക്കൊടുത്തതെന്ന് അറിയാൻ സാധിച്ചു. അശ്വിനി ഇപ്പോൾ എവിടെയാണെന്ന് രേണുക പറയണം. താനാരാ ഇതൊക്കെ ചോദിക്കാൻ? താൻ പോലീസാണോ? അരിശത്തോടെ അവൾ ചോദിച്ചു. ഞാൻ പോലീസൊന്നുമല്ല. അശ്വിനി എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. എങ്കിൽ കേട്ടോ, താൻ ഇനി പോലീസായാലും പട്ടാളമായാലും ഇനി ഒന്നുമല്ലെങ്കിലും അശ്വിനി എവിടെയാണെന്ന് ഞാൻ പറഞ്ഞിട്ട് താൻ അറിയില്ല. താൻ തൻ്റെ പാട് നോക്കിപ്പോ. മുഖത്തടിച്ച പോലെ മറുപടി കൊടുത്ത് രേണുക പോകാൻ തുനിഞ്ഞതും, രേണുക, താൻ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഞാൻ അവളെ അപായപ്പെടുത്താൻ നടക്കുകയല്ല. അവൾ എവിടെയാണെന്നറിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അവളുടെ ജീവൻ രക്ഷിക്കാനാകും. അത് കേട്ടതും പുച്ഛത്തോടെ രേണുക കരണിനെ തിരിഞ്ഞു നോക്കി. എന്താ, താൻ അവളെ രക്ഷിക്കുമെന്നോ? ഒന്ന് പോടോ, രക്ഷിക്കാൻ വന്നിരിക്കുന്നു. ഇത്രയും നാൾ ഒരു മോനെയും കണ്ടില്ലല്ലോ രക്ഷിക്കാനായി. താൻ തൻ്റെ പണി നോക്കിപ്പോ. മേലാൽ ഇക്കാര്യം ചോദിച്ചുകൊണ്ട് എൻ്റെ മുന്നിൽ വന്നേക്കരുത്. ഇവളേത് ഈ കാട്ടവരാതി? പിടിച്ചു നാല് പെടപെടക്കണം ഇവളെയൊക്കെ. കരൺ പിറുപിറുത്തു. തൻ്റെ മുന്നിൽ വന്നത് ആരാണെന്നും എന്താണെന്നും അറിയാതെ രേണുക തൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോയി. ഇനിയിപ്പോൾ എന്തു ചെയ്യും? ആലോചനയുടെ കരൺ അവിടെ നിന്നും ഇറങ്ങി. എൻ്റെ ടീമിലെ ആരെയെങ്കിലും ഇങ്ങോട്ട് വരുത്തിയാലോ? അല്ലെങ്കിൽ വേണ്ട. ഒരു പെണ്ണിൻ്റെ പുറകെ നടന്ന് ചുരുളഴിക്കാൻ എനിക്കെന്താ വട്ടാണോ? അവരെന്ത് വിചാരിക്കും? എന്തായാലും അശ്വിനിയെ വെറുതെ വിടാൻ എനിക്കാവില്ല. അന്ന് രാത്രി കുറച്ച് വൈകിയായിരുന്നു കരൺ തിരിച്ച് റൂമിലെത്തിയത്. മുറി തുറന്ന അയാൾ അകത്തേക്ക് കയറിയതും അയാളുടെ തലയ്ക്ക് പിന്നിൽ ഒരു ഗൺ വന്നു നിന്നതും ഒരുമിച്ചായിരുന്നു. ഡോണ്ട് മൂവ്. കരൺ അനങ്ങാതെ നിന്നു. ഹാൻഡ്സ് അപ്പ്. ആജ്ഞപ്രകാരം അയാൾ ഇരു കൈകളും പൊക്കി. മൂവ്. കരണിൻ്റെ തോളിൽ പിടിച്ച അയാൾ മുന്നോട്ട് തള്ളി. അപ്പോഴേക്കും ഏതാനും വ്യക്തികൾ അകത്തേക്ക് കയറി കതകടച്ചു. ഗൺ പോയിന്റിൽ കരണിനെ അവർ നിർത്തി. എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഒരു കയ്യടിയോടെ അവരുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ മുന്നോട്ട് വന്നു. ജഫയായിരുന്നു അത്. ഞങ്ങൾക്ക് വേണ്ടത് ചെറിയൊരു കാര്യമാണ് കൃഷ്ണ. അത് പറഞ്ഞാൽ നിന്നെ വെറുതെ വിടാം. കൃഷ്ണ എന്ന് ജഫ മൊഴിഞ്ഞതും എവിടെ നിന്നാണ് കൊട്ടേഷൻ എത്തിയതെന്ന് അല്പം പുഞ്ചിരിയോടെ കരൺ മനസ്സിലാക്കുകയായിരുന്നു. യെസ്, ഇറ്റ്സ് ഫ്രം SI ചന്ദ്രചൂഡൻ. കരണിൻ്റെ ബുദ്ധിപരമായ നീക്കങ്ങളിൽ ഒന്നു മാത്രമായിരുന്നു അത്. പണി എവിടെ നിന്നും വരാമെന്ന് നേരത്തെ കണക്കുകൾ കൂട്ടിയതുകൊണ്ടാണ് കരൺ ഓരോ സ്ഥലത്തും തൻ്റെ ഐഡന്റിറ്റി മാറ്റിപ്പിടിച്ചത്. എന്ത് കാര്യമാണ് നിങ്ങൾക്കറിയേണ്ടത്? നീ ഒരു പെൺകുട്ടിയുടെ പുറകെയാണെന്ന് ഞങ്ങൾക്കറിയാം. എവിടെയാണ് അവൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നിന്നെ വെറുതെ വിടാം. ഏത് പെൺകുട്ടിയുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്?
അധികം ഉരുണ്ട് കളിക്കേണ്ട കൃഷ്ണ. കഴിഞ്ഞ ദിവസം താൻ മാർജിൻ ഫ്രീയിൽ നിന്നും രക്ഷിച്ച ആ പെണ്ണിനെ കുറിച്ച് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അവൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. താൻ തന്നെയല്ലേ ഇപ്പോൾ എന്നോട് പറഞ്ഞത് ഞാൻ അവളുടെ പുറകെയാണെന്ന്? പിന്നെ എങ്ങനെ ഞാൻ അവൾ എവിടെയാണെന്നറിയും? എനിക്കറിയായിരുന്നേൽ ഞാൻ അവളുടെ മുന്നിലായിരിക്കില്ലേ? അപ്പോൾ ഞാൻ അവളുടെ പുറകെയാണെന്ന് താൻ പറയുന്നതിൽ വല്ല പ്രസക്തിയുമുണ്ടോ? ഇനി അഥവാ അവൾ എവിടെയാണെന്ന് എനിക്കറിയാമെങ്കിൽ ഞാനും അവളും ഒപ്പമായിരിക്കില്ലേ? ഒരാൾ പിന്നിലും ഒരാൾ മുന്നിലുമായിരിക്കില്ലല്ലോ. ഇനി അവളെ എനിക്കറിയില്ലേ? നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ അവളുടെ പുറകെയായിരിക്കും. അപ്പോഴും നിങ്ങളുടെ ചോദ്യം ശരിയാവുന്നില്ലല്ലോ അല്ലേ? കരണിന്റെ ചോദ്യം കേട്ട് ജഫയുടെ കൂടെ ഉണ്ടായിരുന്നവരുടെ കണ്ണു തള്ളി. ജഫയാവട്ടെ ഒന്നും മനസ്സിലാവാതെ തന്റെ വായിലെ സിഗരറ്റ് താനെ താഴേക്ക് വീണു. ഇവനിതെന്തൊക്കെയായി പറയുന്നത്? ഗൺ ചൂണ്ടിപ്പിടിച്ചവൻ തള്ളിയ കണ്ണോടെ ജഫയുടെ മുഖത്തേക്ക് നോക്കിയതും മിന്നൽ വേഗതയിലായിരുന്നു കരണിന്റെ കറങ്ങിയടി. അടികൊണ്ട് അയാൾ തറയിൽ വീണു. പിന്നാലെ വന്നവന്മാരെ തന്റെ മുഷ്ടി ചുരുട്ടി സെക്കൻഡുകൾക്കുള്ളിൽ കരൺ പെരുമാറി. ജഫ കരണിന് നേരെ പാഞ്ഞെടുത്തു. ജഫയും കരണും നേർക്ക് നേർ. ജഫയുടെ കഴുത്തിന് താങ്ങി വടക്കൻ സ്റ്റൈലിൽ തൂക്കിയെടുത്ത് തൊട്ടടുത്ത മേശയിലേക്കിട്ടു. ആ മുറിയിൽ പൊരിഞ്ഞ സംഘട്ടനം. പെട്ടെന്നായിരുന്നു വെടിയുതിർന്നത്. ഗൺ തിരിച്ചു കിട്ടിയ ആള് കരണിനെ എയിം ചെയ്തതും അയാൾ നിൽക്കുന്ന കാർപ്പറ്റ് സർവ്വശക്തിയുമെടുത്ത് കരൺ പിന്നോക്കം വലിച്ചു. നടുവും തല്ലിയാൽ വീണ്ടും താഴെ. അടുത്ത വെടിയുതിർത്തു. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം ബുള്ളറ്റ് കരണിൽ തറച്ചില്ല. ഇനി എങ്ങനെയും മുറിക്ക് വെളിയിലിറങ്ങണം. സമയം കളയാതെ അടുത്ത് കണ്ട ഹുക്രോപ്പ് കയ്യിൽ കരുതി മുറിയിലെ ചില്ലുജനൽ തകർത്ത് സാഹസികതയോടെ അയാൾ രണ്ടാം നിലയിൽ നിന്നും എടുത്തു ചാടി. ശ്വാസമടക്കി കൂട്ടത്തിലൊരുത്തൻ ആ കാഴ്ച കാണുകയായിരുന്നു. ചാടുന്ന മുറയ്ക്ക് ഹുക്ക് റോപ്പ് കരൺ തൊട്ടപ്പുറത്തെ കെട്ടിടത്തിലെറിഞ്ഞു. നിലവിളിയോടെ അയാൾ താഴേക്ക് വീഴുമ്പോൾ റോപ്പ് അപ്പുറത്തെ കെട്ടിടത്തിലേക്ക് കൊളുത്തിയതും ഒരുമിച്ചായിരുന്നു. റോപ്പിന്റെ ബലത്തിൽ തൂങ്ങിയാടിയ അയാൾ ആ കെട്ടിടത്തിലെ ഏതൊരു ഫ്ളാറ്റിലെ ബാൽക്കണിയിൽ ചെന്നിടിച്ചു നിന്നു. ഈന്തി വലിഞ്ഞ കരൺ ആ ബാൽക്കണിയിലേക്ക് കയറുമ്പോൾ ഈ രംഗങ്ങളേക്ക് കണ്ട് വായും വിളർത്തിയിരിക്കുകയാണ് രണ്ട് ചെറുപ്പക്കാര്. ഡൂഡ്, ഹൗ ഡിഡ് യു ഡു ദാറ്റ്? അത്ഭുതത്തോടെ ഒരുത്തൻ ചോദിച്ചു. തന്റെ നടുവിൽ കൈവച്ച് അവശതയോടെ കരൺ എഴുന്നേറ്റ് നിന്നു. ഇങ്ങനെയൊരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടായാൽ തനിയെ ഇതൊക്കെ നിങ്ങൾ ചെയ്തുകൊള്ളും മക്കളെ. അതിന് പ്രത്യേകം ട്രെയിനിങ് ഒന്നും ആവശ്യമില്ല. ഏയ് സ്റ്റോപ്പ്! ജഫ അപ്പുറത്തു നിന്നും കരണിന് നേരെ തോക്ക് ചൂണ്ടിയതും അയാൾ മിന്നൽ വേഗതയിൽ താഴേക്കിറങ്ങി. ഏയ് പോയി പിടിക്കണവനെ, അവൻ ഭയങ്കര സൂത്രശാലിയാണ്. ജഫയുടെ ആജ്ഞ കിട്ടിയതും അവർ ആ കെട്ടിടം ഇറങ്ങി. പുറത്തെത്തിയ കരണിന്റെ ശ്രദ്ധയിൽ ആ ഡ്യൂക്ക് ബൈക്ക് പെട്ടു. ഒന്നും നോക്കിയില്ല, ബൈക്കിന്റെ വയർ വലിച്ച് ത്രോട്ട് ചെയ്ത് വണ്ടി സ്റ്റാർട്ടാക്കി കരൺ പാഞ്ഞു. ഗോ ഗോ ഗോ! പിന്നാലെ കാറിൽ കയറി ജഫയും കൂട്ടാളികളും. ഹൈവേയിൽ മിന്നൽ വേഗതയിൽ കരൺ പായുമ്പോൾ തൊട്ടുപുറകെ ജഫ ആൻഡ് ടീം. ഗൈസ്, ആ ഡ്രോണ് ലോഞ്ച് ചെയ്യ്! ജഫയുടെ നിർദ്ദേശം കിട്ടിയതും കൂട്ടാളിയിൽ ഒരുത്തൻ ഡ്രോണ് ലോഞ്ച് ചെയ്തു. കാറിൽ നിന്ന് 6ഓളം ഡ്രോണുകൾ ആകാശത്ത് വട്ടമിട്ട് പറന്ന് ചീറിപ്പായുന്ന കരണിനെ ലക്ഷ്യമിട്ട് പിന്നാലെ കുതിച്ചു. ഏയ് മൂ മൂ മൂ! ഡ്യൂക്കിൽ കരണിന്റെ അത്യുഗ്രൻ പ്രകടനം. ബൈക്കിന്റെ കണ്ണാടിയിൽ നോക്കിയപ്പോഴാണ് ഡ്രോണുകൾ തനിക്ക് പിന്നാലെ ഉണ്ടെന്ന് കരൺ മനസ്സിലാക്കിയത്. മുന്നിൽ ചരക്ക് ലോറി വന്നതും പെട്ടെന്ന് ആദ്യം കണ്ട് ഇടറോഡിലേക്ക് കരൺ ബൈക്ക് ഓടിച്ചു കയറ്റി. റോഡിലൊന്ന് ലക്ഷ്യം തെറ്റി ചരക്ക് ലോറിയിലിടിച്ച് വലിയ ശബ്ദത്തോടെ പൊട്ടിച്ചിതറി. തൊട്ടു പിന്നാലെ ജഫയും ഇടറോഡിലേക്ക് കാർ ഓടിച്ചു കയറ്റി. ജഫയുടെ അടുത്ത നിർദ്ദേശമനുസരിച്ച് ബാക്കിയുള്ള 5ഓളം ഡ്രോണുകളുടെ വേഗത കൂട്ടി. ചീറിപ്പായുന്ന കരൺ ഒന്നുകൂടി തന്റെ ആക്സിലേറ്റർ തിരിച്ചു. കരണിന് പിന്നാലെ ഡ്രോണുകളും അതിനു പിന്നാലെ ജഫയും. മുന്നിലുള്ള ആൾക്കാരോട് കയർത്ത് കരൺ മിന്നിപ്പാഞ്ഞു. കരൺ അല്പമൊന്ന് വണ്ടി സ്ലോ ചെയ്തപ്പോൾ 2 ഡ്രോണുകൾ കരണിൽ വന്ന് ഇടിക്കാൻ തുനിഞ്ഞതും ഗിയർ ചേഞ്ച് ചെയ്ത് വീണ്ടും അയാൾ കുതിച്ചു പാഞ്ഞു. 2 ഡ്രോണുകൾ റോഡിലേക്ക് വലിയ ശബ്ദത്തോടെ പൊട്ടിച്ചിതറി. റോഡിലുള്ള ആൾക്കാർ പേടിച്ചരണ്ട് ചിതറിയോടി. ഈ പന്നിയുടെ മോൻ നമ്മളെ പറ്റിക്കുക. ഇനി ആകെ 3 ഡ്രോണുകളേ ഉള്ളൂ. എളുപ്പം മോനെ പിടിക്കാൻ നോക്കടാ! ജഫ അലറി വിളിച്ചു. ആദ്യം കണ്ട റോഡിലൂടെ തിരിഞ്ഞ് വീണ്ടും ഹൈവേയിലേക്ക് കരൺ വണ്ടി ഓടിച്ചു കയറ്റി. ഇവനെന്താടാ നമ്മളെ കളിപ്പിക്കുകയാണോ? തോക്കെടുത്ത് അവന്റെ നേർക്ക് പൊട്ടിക്കടാ! ജഫ വീണ്ടും അലറി. ജഫ എന്താടാ? അന്നേരത്തെ വെപ്രാളത്തിൽ തോക്കവന്റെ റൂമിൽ വെച്ച് മറന്നുപോയി. ആ ഞഞ്ഞായി! എന്തോന്ന് മണ്ടന്മാരാടാ നീയൊക്കെ! നിന്നെയൊക്കെയാണല്ലോ SIക്ക് ബിൽഡപ്പ് ചെയ്ത് കൊടുത്തത്. എന്ത് ചെയ്താലും വേണ്ടില്ല, എനിക്കവനെ എന്തായാലും കിട്ടണം. ജഫ പറഞ്ഞു തീർന്നതും കൂട്ടത്തിലൊരു ഡ്രോൺ ബാറ്ററി തീർന്ന് തനിയെ താഴെ വീണ് പൊട്ടിച്ചിതറി. സർവ്വശക്തിയും എടുത്ത് കാറിന്റെ ബ്രേക്ക് ആഞ്ഞു ചവിട്ടി. ആകെ പുകമയും. മുന്നിലുള്ളതൊന്നും ജഫയ്ക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇതെന്ത് പറ്റിയടാ? ബാറ്ററി തീർന്നു പോയതാ ജഫ. ഛേ! ജഫ തലയിൽ കൈവച്ച് ഇനി ആകെ 2 ഡ്രോണുകളേ ഉള്ളൂ. അവനാണെങ്കിൽ രക്ഷപ്പെടുകയും ചെയ്തു. ജഫ ആകെ നിരാശയടിച്ചു നിന്നു. അല്പനേരം കഴിഞ്ഞില്ല. എടാ, അവന്റെ വണ്ടിയല്ല വരുന്നേ! അലർച്ചയോടെ ജഫ കരണിനെ നോക്കി. മിന്നൽ വേഗതയിൽ കരൺ ജഫയുടെ കാറ് ലക്ഷ്യമാക്കി. ഡാടാ, വണ്ടിയെടുക്കടാ! ഇല്ലില്ല, ആ ഡ്രോൺ നമ്മളെ വന്നിടിക്കും. ജഫയും കൂട്ടാളികളും കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി. നോ രക്ഷ! കാർ സ്റ്റാർട്ടാവുന്നില്ല. പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യടാ, അവന്റെ അടുത്തെത്തി! രൗദ്രത്തോടെ കരൺ ജഫയ്ക്ക് അടുത്തെത്തിയതും ബൈക്ക് കാറിന്റെ മുകളിലൂടെ ജമ്പ് ചെയ്ത് കരൺ മുന്നോട്ട് പാഞ്ഞ് വണ്ടി നിർത്തി. ജഫയും ടീമും നോക്കി നിൽക്കെ പിന്നാലെ വന്ന ഡ്രോണുകൾ രണ്ടും സ്വന്തം കാറിലടിച്ച് പൊട്ടിച്ചിതറി. ഡ്രോണും കൊണ്ട് കരണിനെ ഉണ്ടാക്കാൻ വന്നേക്കണേ. കോപത്തോടെ കരൺ വണ്ടി തിരിച്ചുപോയി. ഏകദേശം 2 കിലോമീറ്റർ കഴിഞ്ഞില്ല, ഏതോ ഒരു അജ്ഞാത വണ്ടി കരണിനെ ഇടിച്ചു തെറിപ്പിച്ച് കടന്നു കളഞ്ഞു. നടു റോഡിൽ രക്തം വാർന്ന് സഹായിക്കാൻ ആരുമില്ലാതെ കരൺ കിടന്നു.
ഒന്ന് അനങ്ങാൻ പോലും സാധിക്കാൻ പറ്റാത്ത അയാളെ ബോധം പോകുന്നതിന് മുമ്പ് 2 കൈകൾ താങ്ങുന്നുണ്ടായിരുന്നു. ഹെൽപ്പ്, ഹെൽപ്പ് വന്നൊരു പെൺകുട്ടിയാണെന്ന് കരൺ മനസ്സിലാക്കി. അവളുടെ മുഖത്ത് നോക്കിയ കരൺ അറിയാതെ വിളിക്കുന്നുണ്ടായിരുന്നു. അശ്വിനി, അശ്വിനി. പേര് മുഴിഞ്ഞതും കരണിന്റെ ബോധം പൂർണ്ണമായി മാഞ്ഞു. ബോധം തെളിഞ്ഞപ്പോൾ താൻ ആശുപത്രിയിലാണെന്ന് കരണിന് ബോധ്യമായി. തലയിലെ മുറിവ് തുന്നി കെട്ടിയിട്ടുണ്ടായിരുന്നു. മറ്റു ക്ഷതമൊന്നും അയാൾക്കില്ല. പതിയെ കരൺ കട്ടിലിൽ എഴുന്നേറ്റ് ചുറ്റും നോക്കി. ആ മുറിയിൽ അയാളല്ലാതെ മറ്റാരുമില്ല. എഴുന്നേറ്റോ? ചോദ്യത്തോടെ കതക് തുറന്ന് ഒരു സിസ്റ്റർ അകത്തേക്ക് കയറി. സിസ്റ്റർ, എന്നെ ആരാണ് ഇവിടെ കൊണ്ടുവന്നത്? അവശതയോടെ കരൺ ചോദിച്ചു. തൻ്റെ കയ്യിലെ സിറിഞ്ച് കരണിൻ്റെ കയ്യിൽ കുത്തി പുഞ്ചിരിയോടെ ആ സിസ്റ്റർ മറുപടി കൊടുത്തു. ഒരു പെൺകുട്ടിയാ തന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്ത്. കുറച്ചു നേരം മുമ്പ് വരെ അവളിവിടെ ഉണ്ടായിരുന്നതാ. ഇപ്പോൾ ആളെ കാണാനില്ല. അത്രയും പറഞ്ഞ് സിസ്റ്റർ കരണിൻ്റെ നേരെ ഗുളിക നീട്ടി. കരൺ അത് വാങ്ങി വിഴുങ്ങുമ്പോഴും എന്തൊക്കെയോ ചിന്തിക്കുകയായിരുന്നു. സിസ്റ്റർ ഇറങ്ങിപ്പോയി. പെട്ടെന്നാണ് തലയിണയുടെ അടിയിൽ ഒരു കുറിപ്പ് കരണിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് നിവർത്തി അയാൾ വായിച്ചു. പ്രിയപ്പെട്ട സാർ. സാർ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം. സാർ എൻ്റെ പുറകെയാണെന്ന്. അന്ന് ഷോപ്പിൽ വെച്ച് സാറിൻ്റെ ജീവൻ രക്ഷിച്ചതിന് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് എനിക്ക്. അതുകൊണ്ട് പകരം സാറിൻ്റെ ജീവൻ ഞാൻ രക്ഷിച്ചു. അന്ന് സാർ എന്നെ രക്ഷിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുകയായിരുന്നു. അത്രയും നാൾ ഒളിച്ചു നടന്ന ഞാൻ ഇപ്പോൾ വെളിയിലായി എന്ന കാര്യം. അതുകൊണ്ടാണ് അന്ന് രാത്രി ഞാൻ സ്ഥലം കാലിയാക്കിയത്. അല്പം ദുരൂഹത നിറഞ്ഞതാണ് എൻ്റെ ജീവിതം. അതിൽ നിന്നും കരകയറാൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന എൻ്റെ പുറകെ അലഞ്ഞാൽ സാറിൻ്റെ ജീവനും അപകടത്തിലാകും. അതുകൊണ്ട് വേണ്ട സാർ, ഇതിവിടെ വെച്ച് നിർത്തിയേക്ക്. എന്നെ തേടി സാർ ഒരിക്കലും അലയരുത്. ഇതെൻ്റെ അപേക്ഷയാണ്. അശ്വിനി. ലെറ്റർ വായിച്ചു തീർത്ത കരൺ ഉടനെ അത് ചുരുട്ടിക്കൂട്ടി. സ്വയം പുച്ഛിച്ച അയാൾ കട്ടിലിൽ കുമ്പിട്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ഷർട്ടെടുത്ത് കരൺ കോപത്തോടെ പുറത്തിറങ്ങി. റിയൽ ടേസ്റ്റ് എന്ന പേരിലുള്ള ഇന്ത്യൻ ചൈനീസ് റെസ്റ്റോറൻറ്റിന് മുന്നിലാണ് അയാൾ ചെന്നത്. അവിടെയുള്ള ഷെഫിനെ കരൺ ഉറ്റുനോക്കി. സർവർ, അയാളെ നോക്കി കരൺ വിളിച്ചു. സംശയത്തോടെ അയാൾ കരണിനെ നോക്കി. കരൺ സാബ്. അത്ഭുതത്തോടെ സർവർ മെല്ലെ പറഞ്ഞു. സർവർ പതിയെ കരൻ്റെ അടുത്തെത്തി. സാബ് എന്താ ഇവിടെ? ഐ നീഡ് യുവർ ഹെൽപ്പ് സർവർ. എന്തു പറ്റി സാബ്? പറയാം. സാബ് വരൂ. സർവർ കരണിനെയും കൂട്ടി തൊട്ടടുത്ത് ചേരിയിലേക്ക് നടന്നു. പലതരത്തിലുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ആ ചേരിയിലൂടെ നടക്കുമ്പോൾ കരൺ ഇരുഭാഗത്തേക്കും നോക്കുന്നുണ്ടായിരുന്നു. ഹിന്ദിക്കാരും തമിഴരും അവരുടെ കൂട്ടത്തിൽ മലയാളികളുമുണ്ട്. കൂട്ടത്തിലെ പെണ്ണുങ്ങൾ എന്തൊക്കെയോ വാചകമടിച്ച് തുണി അലക്കുന്നു. ചില ആണുങ്ങൾ ബീഡിയും വലിച്ച് കൂട്ടം കൂടി സൊറ പറയുന്നു. അതിനിടയിൽ കൂടിയാണ് സർവർ കരണിനെ കൂട്ടിക്കൊണ്ടുപോയത്. ഇടിഞ്ഞു വീഴാറായ കെട്ടിടത്തിലേക്കാണ് അവർ ചെന്ന് കയറിയത്. മുകളിലത്തെ മുറിയിൽ സർവർ പ്രവേശിച്ചു. പിന്നാലെ കരണും. ഇരിക്കു സാബ്. അടുത്ത് കണ്ട ചെയർ സർവർ കരണിന് നീട്ടിയ ശേഷം മറ്റൊരു സ്റ്റൂളിൽ അയാളിരുന്നു. പട്ടേൽ സാബിൻ്റെ ഓർഡർ പ്രകാരം കഴിഞ്ഞ 4 മാസമായി സാബ് ഞാൻ ഈ ഹോട്ടലിൽ ജോലി നോക്കുന്നു. കൊച്ചിയിൽ ബോംബ് ഭീഷണിയെ തുടർന്ന് എന്നെയും വേറെ 4 പേരെയും സ്പൈ വർക്കിൽപ്പെടുത്തി ഇവിടെ നിയമിച്ചിരിക്കുന്ന കാര്യം സാബിന് അറിയാമല്ലോ. ഇതുവരെ അങ്ങനെ ഒരു ഗൂഢാലോചനയുടെ ലക്ഷണമോ സംശയം തോന്നുന്ന വ്യക്തികളെയോ കിട്ടിയിട്ടില്ല. ഇതുതന്നെ കുറച്ചു നാൾ കൂടി നീട്ടിക്കൊണ്ട് പോവുക എന്ന് പട്ടേൽ സാറിൻ്റെ നിർദ്ദേശം. അതവിടെ നിൽക്കട്ടെ. എന്താ സാബ്? എന്താ കാര്യം? എന്നെ അന്വേഷിച്ച് സാബ് എന്തിനാ വന്നത്? തലയിൽ ഇതെന്തു പറ്റി? സർവറിൻ്റെ 1 by 1 ചോദ്യങ്ങൾ കേട്ട് കരൺ ഒന്ന് നെടുവീർപ്പിട്ടു. സർവർ, ഒരു ചതുരംഗ കളിയെന്ന പോലെയുള്ള അവസ്ഥയിൽ പെട്ടിരിക്കുകയാണ് ഞാൻ. ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഞാനിപ്പോൾ. സംശയത്തോടെ സർവർ കരണിനെ നോക്കി. കരൺ തുടർന്നു. അതെ സർവർ, ഒരുപാട് ചോദ്യങ്ങൾ അലയടിക്കുകയാണ് എൻ്റെ മനസ്സിൽ. ഇതുവരെ ഞാൻ നേതൃത്വം കൊടുത്ത മിഷനുകളേക്കാൾ വല്ലാത്ത ഒരു തരം അപകടകരമായ മിഷനിലാണ് ഞാനിപ്പോൾ. തൊട്ടടുത്ത് കിട്ടിയിട്ടും എൻ്റെ കയ്യിൽ നിന്നും അവൾ വഴുതിപ്പോയി. 1 അല്ല 2 പ്രാവശ്യം. സാബ്, ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? ആരാണ് ഈ അവൾ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പറയാം സർവർ. കരൺ തൻ്റെ അനുഭവങ്ങളെല്ലാം സർവറിനോട് വിശദീകരിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞ സർവർ പതിയെ എഴുന്നേറ്റു. ഒരു സിനിമാ കഥ പോലെ ഉണ്ടല്ലോ സാബ്. സാബിൻ്റെ ഈ അവസ്ഥ കംപ്ലീറ്റ് ട്വിസ്റ്റാണല്ലോ. അത്രയും പറഞ്ഞ് സർവർ അകത്ത് കയറി ഒരു ഫുൾ വോഡ്കയും 2 ഗ്ലാസും കൊണ്ടുവന്നു. വോഡ്ക 2 ഗ്ലാസ്സിലും പകർത്തി കരണിന് നേരെ നീട്ടി. വെപ്രാളത്തോടെ ആവേശത്തോടെ ആ ഗ്ലാസ് വാങ്ങി ഒറ്റ വലിക്ക് തൻ്റെ വായിൽ കരൺ വോഡ്ക കമത്തി. ഇതെന്തു കുടിയാണ് സാബ്? സർവർ ചോദിച്ചിരിക്കെ അടുത്ത റൗണ്ടും ഗ്ലാസ്സിലൊഴിച്ച് കരൺ വീണ്ടും വായിൽ കമത്തി. ശേഷം ചുണ്ടു തുടച്ച് സർവറിനെ നോക്കി. സോ ഈ മുറിവ് സാബിന് അങ്ങനെ കിട്ടിയതാണല്ലേ? ഒരു മൂളൽ മാത്രം കൊടുത്തു കരൺ. ഇതിലിപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നാ സാബ് പറയുന്നത്? സംശയത്തോടെ സർവർ കരണിനെ നോക്കി. സർവർ, പട്ടേൽ സാർ തന്നെ എന്നെയും കൊച്ചിയിലേക്ക് വിട്ടത്. ഇതുവരെ എൻ്റെ ദൗത്യം എന്താണെന്ന് സാർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലിപ്പോൾ ഒരു ഗൺ പോലുമില്ല. ഏത് നിമിഷവും ഞാൻ ആക്രമിക്കപ്പെട്ടേക്കാം. താൻ എനിക്ക് ചെയ്തു തരേണ്ടത് ഇത്ര മാത്രം. ഇവിടെയുള്ള ബ്ലാക്ക് മാർക്കറ്റുകൾ തനിക്ക് അറിയാമായിരിക്കുമല്ലോ. എനിക്കൊരു തോക്ക് വേണം. വളരെ അത്യാവശ്യമാണ്. സാബ്, ഇതെന്തൊക്കെയായി പറയുന്നത്? സർവർ ചാടി എഴുന്നേറ്റു. സാർ, ഇറ്റ്സ് ഇല്ലീഗൽ. പിടിച്ചു കഴിഞ്ഞാലുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് ഞാൻ സാബിന് പറഞ്ഞു തരേണ്ടല്ലോ. നമ്മൾ 2 പേരും കുടുങ്ങും. സർവർ, കം ഡൗൺ. ഐ നോ ഇറ്റ്സ് ഇല്ലീഗൽ, ബട്ട് എനിക്കത് ചെയ്തേ തീരൂ. പിടിക്കുന്ന കാര്യത്തെപ്പറ്റി താൻ ടെൻഷൻ അടിക്കണ്ട. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഒരിക്കലും തൻ്റെ പേര് പുറത്തു വരില്ല. സാബ്, എന്നാലിത് വേണോ? ആ പെൺകുട്ടിയുടെ കേസ് സാബിന് വിട്ടൂടെ? പട്ടേൽ സാറിനോട് പറഞ്ഞ് വേറെ എവിടെയെങ്കിലും നിയമനം വാങ്ങി പൊക്കൂടെ സാബ്?
കാര്യമില്ലടോ സർവർ, ഞാൻ തന്നോട് പറഞ്ഞില്ലേ ആ ഗോസ്റ്റിന്റെ കാര്യം, അതെന്നെ വിടാതെ പിന്തുടരുകയാണ്. ഞാൻ എവിടെ പോയാലും എൻ്റെ സ്വപ്നങ്ങളിൽ അശ്വിനി എത്തും. മാത്രമല്ല ഈ ഗോസ്റ്റും ഞാനും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. അതെന്താണെന്ന് എനിക്കറിയണം. അതറിയാവുന്നയാൾ അശ്വിനി മാത്രമാണ്. അവളെ എന്തായാലും എനിക്ക് കണ്ടെത്തിയേ പറ്റൂ സർവർ. സാബ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഞാനും സാബുമൊക്കെ ഡബിൾ ഏജന്റിന്റെ നിരീക്ഷണത്തിലായിരിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ സാബിനെ അറിയാമായിരിക്കുമല്ലോ. ഇന്നലെ രാത്രി നടന്നു എന്ന് പറയപ്പെടുന്ന ചേസിംഗ് ഇപ്പോൾ എന്തായാലും പട്ടേൽ സാബ് ഡബിൾ ഏജന്റ് വഴി അറിഞ്ഞിട്ടുണ്ടാകും. ഉടനെ സാറിന് കോള് വരും. വെറുതെ എനിക്കും കൂടി പൊല്ലാപ്പാണിത്. കരൺ അല്പനേരം മിണ്ടാതെയിരുന്നു. സർവർ, താൻ ആ ജനലിന്റെ കർട്ടനൊന്ന് അല്പം നീക്കിയേ. എന്തിനാണ് സാബ്? താനത് ചെയ്യടോ. കരന്റെ നിർദ്ദേശപ്രകാരം സംശയത്തോടെ സർവർ ജനലിന്റെ കർട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കി. കോട്ടും സൂട്ടും ഇട്ട ഒരാൾ തൊട്ടപ്പുറത്തെ കെട്ടിടത്തിൽ നിന്നും ഈ ജനലിലേക്ക് നോക്കുന്നത് സർവർ കാണാനിടയായി. സാർ, ഹു ഈസ് ദാറ്റ്? വെപ്രാളത്തോടെ സർവർ കരണിനെ നോക്കി ചോദിച്ചു. ദാറ്റ്സ് മൈ ഡബിൾ ഏജന്റ്. കൊച്ചിയിൽ വന്നപ്പോൾ മുതൽ ഇവനെന്റെ പുറകെയാ, പട്ടേൽ സാറിന്റെ നിർദ്ദേശപ്രകാരം. യെസ്, ഐ നോ. പട്ടേൽ സാറിന്റെ ഒരു കോൾ ഏത് നിമിഷവും എന്നെ തേടിയെത്തും. ഇല്ലെങ്കിൽ സാർ നേരിട്ട് വന്ന് എന്നെ കാണും. അതിന് അധികം സമയമില്ല. പക്ഷെ അതിനു മുമ്പ് താൻ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ സർവർ. ഈ ഒരു കാര്യം താൻ എനിക്ക് ചെയ്തു തരണം. സാബിനെ പോലെ ഞാനും ഡബിൾ ഏജന്റിന്റെ നിരീക്ഷണത്തിലായിരിക്കുമല്ലോ. ദെൻ ഹൗ ക്യാൻ ഐ? ഇല്ല സർവർ, തന്നെ നിരീക്ഷിക്കുന്ന ഏജന്റ് കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ തിരിച്ചു. ഐ നോ ദാറ്റ്. പകരം മറ്റൊരു ഏജന്റ് തൽക്കാലത്തേക്ക് നിയമനം ഉണ്ടാവില്ല. ബട്ട് ഞാൻ തന്നെ വന്ന് കണ്ടത് പ്രകാരം വിത്തിൻ 3 days അടുത്ത ഏജന്റ് താങ്കളെ നിരീക്ഷിക്കും. ഇതൊരു നിയമലംഘനമാണ്. ഐ നോ. ഒരിക്കലും ഓർഡർ കിട്ടാതെ ഞാൻ തന്നെ വന്ന് കാണാൻ പാടില്ലായിരുന്നു. ബട്ട് ഇതല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. ഈ കാരണം കൊണ്ടായിരിക്കും തന്നെ നിരീക്ഷിക്കാൻ അടുത്ത ഏജന്റിനെ ഡിപ്പാർട്ട്മെന്റ് വിടുക. അതിനെടുക്കുന്ന 3 ദിവസത്തെ കാലാവധിയിൽ താൻ എന്നെ സഹായിച്ചേ പറ്റൂ സർവർ. ഈ ഒരു കാര്യം, ഒരൊറ്റ കാര്യം താൻ എനിക്ക് ചെയ്തു തരണം. ഇറ്റ്സ് നോട്ട് മൈ ഓർഡർ, ഇറ്റ്സ് എ റിക്വസ്റ്റ്. സർവർ അല്പനേരത്തേക്ക് ടെൻഷനോടെ മിണ്ടാതെയിരുന്നു. സാബിന് വേണമെങ്കിൽ എൻ്റെ പിസ്റ്റൾ സാബിന് തന്നാൽ പോരെ? എന്ത് വിഡ്ഢിത്തമാണ് താൻ പറയുന്നത്? തൻ്റെ പിസ്റ്റളിലെ ബുള്ളറ്റിൽ തൻ്റെ കോഡുണ്ട്. ഞാൻ വെടിയുതിർക്കുന്ന സമയത്ത് ആ ബുള്ളറ്റ് ആർക്കെങ്കിലും കിട്ടിയാൽ തുടരന്വേഷണത്തിൽ താൻ പെടും. സോ അത് അപകടമാണ്. താൻ എനിക്ക് ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇവിടെ ബീഹാറുകാർ തമ്പടിച്ചിരിക്കുന്ന ഏരിയയാണ് പെരുമ്പാവൂർ. അവിടെ ബ്ലാക്ക് മാർക്കറ്റ് വഴി തോക്ക് കച്ചവടം ചെയ്യുന്ന ഒരു പാർട്ടിയുണ്ട്. അവരെ താൻ മുട്ടണം. എനിക്കൊരു പിസ്റ്റൾ സംഘടിപ്പിച്ചു തരണം. സാബ്, ഇത് വലിയ റിസ്ക്കാണ്. ഇങ്ങനെയൊരു ഡീല് നമ്മൾ നടത്തിയെന്നറിഞ്ഞാൽ തല പോകും, അറിയാമല്ലോ. അതൊക്കെ എനിക്ക് അറിയാമടോ. തനിക്കൊന്നും വരാതെ ഞാൻ നോക്കിക്കോളാം. പിന്നെ ഇത് പോലീസിന്റെ പരിധിയിലുള്ള കേസാ. അതുകൊണ്ട് താൻ അല്പം ഒന്ന് സൂക്ഷിക്കണം. ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്യാം. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. കരൺ പതിയെ അവിടെ നിന്നും ഇറങ്ങി. നേരെ ചന്ദ്രചൂഡന്റെ അരികിലേക്കായിരുന്നു ആ പോക്ക്. താൻ ഇതുവരെ മുംബൈയിലേക്ക് പോയില്ലേ കൃഷ്ണ? കരണിനെ കണ്ടതും ഒരു പരിഹാസത്തോടെ ചന്ദ്രചൂഡൻ ചോദിച്ചു. എങ്ങനെ പോകാനാണ് സാർ? പേ പിടിച്ച നായ്ക്കൾ ചുറ്റിനും നിൽക്കുകയല്ലേ, പിന്നെ എങ്ങനെ ഒരടി നീങ്ങുക? എന്താ കൃഷ്ണ താനീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവില്ല, അതെനിക്കറിയാം. എൻ്റെ ഈ തലയിൽ കെട്ട് കണ്ടാലും സാറിന് മനസ്സിലാവില്ല. പക്ഷെ ഒരു കാര്യം സാറിന് മനസ്സിലാക്കി തരാനാണ് ഞാനിങ്ങ് വന്നത്. 5-6 ഡ്രോണുകളും 3-4 കവലച്ചട്ടമ്പികളും കൊണ്ട് എന്നെ അങ്ങ് കഴിവേറ്റിക്കളയാമെന്ന് സാർ കരുതിയെങ്കിൽ അതൊരു വ്യാമോഹം മാത്രമാണ്. പുന്നാര മോനെ, പോലീസ് സ്റ്റേഷനിൽ വന്ന് നീ സിനിമ സ്റ്റൈൽ കളിക്കുന്നു. നീ ആരായാലും എന്തായാലും നിന്നെ പിടിച്ച് അകത്തിടാൻ എനിക്ക് ആരുടെയും ഒത്താശ വേണ്ട. അതിന് ഈ കാക്കി തന്നെ ധാരാളം. മര്യാദക്ക് നീ തിരിച്ചു മുംബൈയിലേക്ക് പറഞ്ഞോ. ഇല്ലേ നിന്റെ പച്ചമാംസത്തിൽ മണ്ണ് പറ്റും. സ്റ്റേഷൻ കുലുങ്ങുമാറ് കരൺ അട്ടഹസിച്ചു. രാജവെമ്പാലയെ മുന്നിൽ കണ്ടിട്ട് കുലുങ്ങാത്തവൻ മണ്ണിരയെ കണ്ടാൽ ആടുമോ എൻ്റെ സാറേ? സംശയത്തോടെ ചന്ദ്രചൂഡൻ കരണിനെ നോക്കി. താനിട്ടിരിക്കുന്ന ഈ യൂണിഫോമിനോട് എനിക്കൊരു ബഹുമാനമുണ്ട്. അത് സാറായിട്ട് കളയിക്കരുത്. ഞാൻ എന്തിനു വന്നു, എവിടെ പോകുന്നു, ആരെ കാണുന്നു എന്നൊക്കെ അറിയാനുള്ള സാറിൻ്റെ ഈ ആവേശമുണ്ടല്ലോ, അത് വേണ്ടാത്തതിനാണ്. നിർത്തിക്കോ സാർ, ഇവിടെ വച്ച് നിർത്തിക്കോ. സാർ ഇപ്പോൾ പറഞ്ഞ പോലെ പച്ചമാംസം എൻ്റെ ശരീരത്തിൽ മാത്രമല്ല ഉള്ളത് എന്ന ബോധം സാറിനും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നത് നല്ലതാണ്. ആ ബോധം നഷ്ടപ്പെട്ട ഒരുത്തൻ ഇപ്പോൾ മെഡിക്കൽ കോളേജിലുണ്ട്. വിളിച്ചു തിരക്കണം എന്താണ് അവൻ്റെ അവസ്ഥയെന്ന്. ചന്ദ്രചൂഡൻ്റെ അടുത്തേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്ന് ആ കണ്ണുകളിൽ കരൺ ഉറ്റുനോക്കി. ഇത് എനിക്കായുള്ള കളിയാണ് സാർ, അതിൽ കുറുകെ വന്ന സാർ ചാടരുത്. അത്രയും പറഞ്ഞ കരൺ തിരിഞ്ഞു നടക്കുമ്പോൾ ചന്ദ്രചൂഡൻ രോഷത്തോടെ കരണിനെ നോക്കി മീശ വിരിക്കുന്നുണ്ടായിരുന്നു. സമയം കളയാതെ ചന്ദ്രചൂഡൻ ജഫായെ വിളിച്ചു. ദേഹം പൊള്ളി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി കിടക്കുകയായിരുന്നു ജഫായും കൂട്ടാളികളും. കോള് വന്നതും അയാൾ പതിയെ അത് അറ്റൻഡ് ചെയ്തു. ഹലോ സാർ. ഹലോ ജഫ, എന്താണോ ഞാനീ കേൾക്കുന്നത്? എന്തു പറ്റി? താനിപ്പോൾ എവിടെയാ? ആ പരീക്ഷണം എന്നെ തന്നെ തിരിച്ചടിച്ചു സാർ. എന്താ ഈ താനീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വിശദീകരിച്ച് പറയാനുള്ള ആരോഗ്യമൊന്നും എനിക്കിപ്പോൾ ഇല്ല സാർ. പക്ഷെ ഒരു കാര്യം ഞാൻ സാറിനോട് പറയാം. ആ കൃഷ്ണ എന്ന് പറയുന്നവൻ സാധാരണ ബിസിനസ്സുകാരനല്ല, നല്ല വിളഞ്ഞ വിത്താണവൻ. ഏതാണ്ട് അഭ്യാസവും കളരിയുമൊക്കെ അരച്ചു കലക്കി കുടിച്ചവനാണവൻ. അവനെ പെട്ടെന്ന് കീഴ്പ്പെടുത്തുക എന്ന കാര്യം ആലോചിക്കുകയേ വേണ്ട. സാറൊന്ന് സൂക്ഷിച്ചോ. ജഫ, ഞാൻ പറയുന്നതൊന്ന് താൻ... വേണ്ട സാർ, ആ ഡീല് ഞാൻ ഉപേക്ഷിച്ചു. ആരോഗ്യം തിരിച്ചു കിട്ടിയാൽ ആ ഗ്യാരേജ് നോക്കി നടത്തി കഴിഞ്ഞു കൂടിക്കൊള്ളാം ഞാൻ. ഇനി നമ്മൾ തമ്മിൽ ഒരു ഡീലിടപാടുമില്ല. എന്നാൽ ശരി സാർ. ജഫ ഫോൺ കട്ട് ചെയ്തു.
ജഫ, ഹലോ ഹലോ ജഫ. ഛേ. ചന്ദ്രചൂഡൻ മേശയിൽ തട്ടി കസാരയിലിരുന്നു. കരണിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു അയാൾ. മാർജിൻ ഫ്രീയിൽ നിന്ന് ലഭിച്ച അന്നത്തെ ക്ലിപ്പിൽ കരൺ നടത്തിയ സംഘട്ടനം ഓർത്തെടുക്കുകയായിരുന്നു ചന്ദ്രചൂഡൻ. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കളരിയിലെ ഏതാനും ട്രിക്കുകൾ പഠിച്ചിട്ടുണ്ടെന്നാണ് അവൻ പറഞ്ഞത്. ഇപ്പോൾ ദേ ജഫയുടെ അനുഭവവും ഓരോന്നും കണക്ട് ചെയ്ത് ചന്ദ്രചൂഡൻ ആലോചിക്കാൻ തുടങ്ങി. അതെ, കൃഷ്ണ ഒരു സാധാരണ ബിസിനസ്സുകാരനല്ല, അയാൾ മറ്റെന്തൊക്കെയാണ്, പക്ക ട്രെയിനിങ് കിട്ടിയ ഒരു അസാധാരണക്കാരൻ. ചന്ദ്രചൂഡൻ തന്റെ നിഗമനത്തിലെത്തുകയായിരുന്നു. അലസതയോടെയുള്ള 2 നാളുകൾ കടന്നുപോയി. ഇതുവരെ ഒരു ക്ലൂ പോലും തരാതെ മാറി മറയുകയാണ് ഗോസ്റ്റ്. പല കുറി ചുറ്റും നോക്കി അലറി ചോദിച്ചിട്ടും അതിന് ഉത്തരം നൽകാതെ ഗോസ്റ്റ് പിന്മാറി. സർവറിന്റെ വിളിയും കാത്ത് കരൺ ആ നാളുകൾ തള്ളി നീക്കി. പക്ഷേ ആ കാത്തിരിപ്പ് വെറുതെയായിരുന്നു. അന്ന് രാത്രി പുറത്തുനിന്ന് മുറി തുറന്ന് അകത്തേക്ക് കയറിയ കരൺ ഒന്ന് ഞെട്ടി. പട്ടേൽ സാറ് ചെയറിലിരിക്കുന്നു. സാറിപ്പോ? അല്പം അത്ഭുതത്തോടെ കരൺ ചോദിച്ചു. ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. എന്താ കരൺ, എന്താണിതൊക്കെ? എന്തു പറ്റി സാർ? കരൺ, എന്തു പറ്റിയെന്ന് ഞാൻ തന്നോട് പറയണ്ടല്ലോ. ബ്ലാക്ക് മാർക്കറ്റ് വഴി ഗൺ തരപ്പെടുത്താൻ മാത്രം എന്താ ഇവിടെ സംഭവിച്ചത്? എന്താ തനിക്ക് സംഭവിച്ചത്? അപ്പോൾ സാർ എല്ലാം അറിഞ്ഞു അല്ലേ? ആ, അറിഞ്ഞു. തന്നെ സഹായിച്ച സർവറിന് കിട്ടാൻ പോകുന്ന പണിഷ്മെന്റ് ഞാൻ പറയാതെ തന്നെ തനിക്കറിയാമല്ലോ. സാർ, ഹീസ് ഇന്നസെന്റ്. വെറുതെ ഇരുന്ന ആളെ കൊണ്ട് ഇത് ചെയ്യാൻ പ്രേരണ നൽകിയത് ഞാനാണ്. എന്നെയാണ് സാർ ശിക്ഷിക്കേണ്ടത്. സർവറിനെ വെറുതെ വിടണം. ശരി, വെറുതെ വിടാം. ബട്ട് ഞാൻ പറയുന്നത് പോലെ താൻ കേൾക്കണം. സംശയത്തോടെ കരൺ പട്ടേലിനെ നോക്കി. ഇപ്പോൾ ഈ നിമിഷം താൻ എൻ്റെ കൂടെ ഡൽഹിയിലേക്ക് തിരിക്കണം. ഇവിടെയുള്ള തൻ്റെ ഭ്രാന്തൻ ഗെയിം നിർത്തി ഉടനെ തിരിക്കണം. സാർ, പെട്ടെന്നൊന്നും എനിക്ക് തിരിച്ചു വരാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? ബിക്കോസ് എനിക്കിവിടെ ചില ജോലികൾ തീർക്കാനുണ്ട് സാർ. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. കരൺ, പട്ടേൽ അലറി വിളിച്ചു. ഒരു നരിന്ത് പെണ്ണിന്റെ പുറകെ നടന്ന് ഇവിടെ കോലാഹലം ഉണ്ടാക്കുന്നതാണോ താൻ ഈ പറഞ്ഞ ജോലികൾ? ഇപ്പോൾ തന്നെ ഒരുപാട് പരാതികൾ തന്നെക്കുറിച്ച് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഹൈവേയിൽ താൻ നടത്തിയ സംഘട്ടനത്തിൽ എന്ത് വലിയ റിസ്ക് നഷ്ടവുമാണ് ജനങ്ങൾക്കുണ്ടായതെന്ന് വല്ല നിശ്ചയവുമുണ്ടോ തനിക്ക്? ജനങ്ങളെ സംരക്ഷിക്കാനാണ് ഞാനും താനുമൊക്കെ ഈ ജോബ് തിരഞ്ഞെടുത്തത്, അല്ലാതെ അവരെ വലയ്ക്കാനല്ല. സാർ, എന്തു പറഞ്ഞാലും ആ പെൺകുട്ടിയെ കണ്ടെത്താതെ എനിക്കിവിടെ നിന്നും വരാൻ സാധിക്കില്ല. സാർ പറഞ്ഞതുപോലെ ജനങ്ങളെ സംരക്ഷിക്കാൻ തന്നെയാണ് ഞാനും ഈ ജോബ് സ്വീകരിച്ചത്. അതുപോലെ എനിക്ക് അവളെയും സംരക്ഷിച്ചേ പറ്റൂ. അതിനിവിടെ പോലീസുണ്ട് കരൺ. ലോക്കൽ കേസുകളൊക്കെ അവരന്വേഷിച്ചോളും. അതിൽ താൻ വറീഡാവണ്ട. തനിക്ക് തരുന്ന രാജ്യാന്തര പ്രശ്നങ്ങളും മറ്റും താൻ നോക്കിയാൽ മതി. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, താൻ എന്നോടൊപ്പം ഉടനെ വരണം. ഇറ്റ്സ് മൈ ഓർഡർ. പട്ടേലിന്റെ ഓർഡർ കിട്ടിയ കരൺ അല്പനേരം മൗനം പൂണ്ടു. നോ സാർ, ഐ കാൻറ്റ്. കരൺ, അലർച്ചയോടെ പട്ടേൽ തന്റെ പിസ്റ്റളെടുത്ത് കരണിന് നേരെ ചൂണ്ടി. താൻ തിരികെ വരണം. അതല്ല എങ്കിൽ എൻ്റെ കൈകൊണ്ട് തനിക്ക് തീരാം. പട്ടേൽ തന്റെ അവസാന ശ്രമത്തിൽ ഉറച്ചു. തനിക്ക് നേരെ ചൂണ്ടിയ ഗണ്ണിൽ കരൺ തന്റെ നെറ്റി ചേർത്ത് പിടിച്ചു. ഷൂട്ട് മീ സാർ. കരൺ, പട്ടേൽ പതറി വിളിച്ചു. യെസ് സാർ, ഷൂട്ട് മീ. അങ്ങനെയെങ്കിലും എൻ്റെ പ്രശ്നത്തിനൊരു തീരുമാനമാവട്ടെ. സാറിൻ്റെ കൈകൊണ്ട് മരിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. സോ ഷൂട്ട് മീ സാർ. കരൺ കോപത്തോടെ പറഞ്ഞു. പട്ടേൽ ഗണ്ണ് ലോഡ് ചെയ്തു. ഉറച്ച മനസ്സോടെ കരൺ തന്റെ കണ്ണുകളടച്ചു. കാഞ്ചിയിൽ തന്റെ വിരൽ വെച്ച് പട്ടേൽ അറിയാതെ വിതുമ്പി. നോ കരൺ, നോ. പട്ടേൽ തന്റെ ഗൺ പുറകോട്ട് വലിച്ച് അല്പം മാറി നിന്നു. ശരി, ഏത് പ്രശ്നങ്ങളിലും തനിക്ക് നിന്റേതായ സ്റ്റൈലുണ്ടല്ലോ കരൺ. അതിലൂടെ തന്നെ നമുക്ക് ഈ പ്രശ്നവും പരിഹരിക്കാം. എന്താ എന്നർത്ഥത്തിൽ കരൺ പട്ടേലിന്റെ മുഖത്തേക്ക് നോക്കി. യെസ് കരൺ, നമുക്കൊരു ഡീല് വയ്ക്കാം. ഞാൻ നിനക്ക് 3 ദിവസത്തെ സാവകാശം തരും. അതിനുള്ളിൽ താൻ ഈ പെൺകുട്ടിയെ കണ്ടെത്തി തന്റെ ചോദ്യങ്ങൾക്ക് അവൾക്ക് ഉത്തരം നൽകാൻ കഴിയുമെങ്കിൽ തനിക്ക് അവളുടെ കേസ് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാം. ദാറ്റ്സ് യുവർ ന്യൂ മിഷൻ. ഇനി 3 ദിവസത്തിന്റെ ഉള്ളിൽ ആ പെൺകുട്ടിയെ തനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ താൻ തിരികെ ഡൽഹിയിലേക്ക് വരണം. എന്തു പറയുന്നു താൻ? കരൺ അല്പനേരം ഒന്ന് ആലോചിച്ചു. ശേഷം മറുപടി കൊടുത്തു. യെസ് സാർ, ഈ ഡീൽ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. വിത്തിൻ 3 ഡേയ്സ് ഞാൻ അവളെ കണ്ടെത്തും. അതെനിക്ക് സാധിച്ചില്ലെങ്കിൽ സാർ പറഞ്ഞതുപോലെ ഞാൻ തിരികെ ഡൽഹിയിലെത്തും. ഇറ്റ്സ് മൈ വേർഡ്. ബട്ട് കരൺ, തനിക്കാകെ 3 ദിവസമാണുള്ളത്. ആർ യു കോൺഫിഡൻറ്റ്? സാർ, 3 ദിവസം എന്നുള്ളത് സാറിനാണ്. എനിക്ക് നീണ്ടു നിവർന്നിരിക്കുന്ന 72 മണിക്കൂറുകളാണ്. അതെനിക്ക് ധാരാളം. ഓക്കെ കരൺ, നമ്മുടെ ഡീൽ ഇവിടെ തുടങ്ങുകയാണ്. പട്ടേലിന്റെ വാച്ച് ശബ്ദിച്ചു. ഇപ്പോൾ സമയം രാത്രി 10 മണി. ഇന്ന് തിങ്കളാഴ്ച. വ്യാഴം രാത്രി 10-ന് നമ്മുടെ ഡീൽ അവസാനിക്കും. അതിൻ്റെ ഉള്ളിൽ താൻ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. യെസ് സാർ. അത്രയും പറഞ്ഞ് പട്ടേൽ തിരിഞ്ഞു നടക്കാൻ തുനിഞ്ഞതും കരണിന്റെ തോളിൽ അയാൾ കൈവച്ചു. ഐ നീഡ് യു മൈ ബോയ്. കരൺ തന്റെ ശിരസ് താഴ്ത്തി. പട്ടേൽ ആ മുറിയിൽ നിന്നിറങ്ങുമ്പോൾ എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു കരൺ. പട്ടേൽ സാറിനോട് ഡീൽ നടത്തുമ്പോൾ സത്യത്തിൽ ഒരു എത്തും പിടിയും കിട്ടാതിരിക്കുകയായിരുന്നു കരൺ. എവിടെ നിന്നും തുടങ്ങണമെന്ന് പോലും അയാൾക്ക് നിശ്ചയമില്ല. ഇത്രയും നാൾ തനിക്ക് ക്ലൂ തന്നിരിക്കുന്ന ആ ഗോസ്റ്റും തന്നിൽ നിന്നും അകന്നുവെന്ന് കരൺ മനസ്സിലാക്കി. ആരും തന്നെ സഹായിക്കില്ല. ഇനി അഥവാ ആരെങ്കിലും സഹായിക്കാൻ മുതിരുകയാണെങ്കിൽ അത് പട്ടേൽ സാർ തടസ്സപ്പെടുത്തുമെന്ന് കരണിന് നന്നായി ബോധ്യമുണ്ട്. ഈ മിഷൻ താൻ ഒറ്റയ്ക്ക് നേരിട്ടേ മതിയാകൂ. പിറ്റേന്ന് ഒരു പുതിയ അംഗത്തിന് കരൺ മനസ്സുകൊണ്ട് തയ്യാറായി. തൻ്റെ ബൂട്ട്ലേസ് മുറുക്കിക്കെട്ടി കരൺ പുറപ്പെട്ടു, എവിടേക്കെന്നില്ലാതെ. ഇനിയാണ് ത്രില്ലിംഗ് തുടങ്ങാൻ പോകുന്നത്. അത് അടുത്ത പാർട്ടിൽ നമുക്ക് കേൾക്കാം. അടുത്ത പാർട്ട് നാളെ ഇതേ സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്.
നാളെ ഇതേ സമയത്ത് തന്നെ നിങ്ങൾ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വരാതിരിക്കരുത്. നല്ല ത്രില്ലിംഗ് ആണ് ഇനി വരാൻ പോകുന്നത്. നാളെ കേൾക്കാം. അപ്പോൾ ടാറ്റ ബൈ ബൈ. നിങ്ങൾ വരുമെന്ന് ഞാൻ കരുതുന്നു. നാളെ വരാതിരിക്കരുത്. അപ്പോൾ ബൈ. ലവ് യു.